السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العلي العظيم. ഏറ്റവും ആദരണീയരായ അഭിവന്യരായ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ അവറുകളെ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം കൈരളിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം എന്നത്. മതപരമായി, സാമൂഹികമായി കൃത്യമായ ദിശാബോധം ഈ ഉമ്മത്തിന് നൽകുന്നതിൽ അതുല്യമായ മാതൃക ലോകത്തിന് കാണിച്ച ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ മഹനീയ സന്ദർഭത്തിൽ അതിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ മഹൽ പ്രസ്ഥാനത്തിന്റെ ഖാദിമീങ്ങളായി ജീവിച്ച് അതിന്റെ മഹത്തുക്കളായ മഹാന്മാരായ നേതാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ അവസരത്തിൽ വൈകിയ വേളയാണെങ്കിലും എന്തുകൊണ്ട് സമസ്ത എന്നൊരു വിഷയത്തെ പണ്ഡിതോചിതമായി മനസ്സിലാക്കുവാനാണ് ഈ സമയം വിനിയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. എല്ലാവരും അവരാൽ ആവുന്ന വിധത്തിൽ, അവർ മനസ്സിലാക്കിയത് നല്ലത് എന്ന് മനസ്സിലാക്കിയ വിധത്തിൽ അവർ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, സാമൂഹിക സേവകരുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, മതസംഘടനകൾ തന്നെ ഒരുപാടുണ്ട്. ഇവരെല്ലാവരും അവർ മനസ്സിലാക്കിയ രൂപത്തിൽ സമുദായത്തിന് ഗുണമെന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആരുടെയും പ്രവർത്തനത്തെ നാം വില കുറച്ച് കാണുന്നില്ല. എല്ലാവരും അവരുടെ നിയ്യത്തനുസരിച്ച് ബഅസ് ചെയ്യപ്പെടും. എന്നാൽ ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നെല്ലാം, ഈ സംഘടനകളിൽ നിന്നെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വേർതിരിക്കുന്ന, അതിനെ മാറ്റി നിർത്തുന്ന, അതിന് പ്രത്യേകത നൽകുന്ന വസ്തുത എന്ത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീൻ അതിനെ യഥാവിധത്തിൽ സംരക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ പൂർണ്ണമായി സംരക്ഷിക്കുക എന്ന ആ മഹത്തായ കർത്തവ്യം, അത് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തക്കല്ലാതെ നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. അത് അള്ളാഹു നൽകാത്തതിന് നമ്മെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ആദർശമുള്ള പലരും ഉണ്ടായിരിക്കാം,
പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയത് ഈ മഹത്തായ പ്രസ്ഥാനത്തിനാണ്. ഇത് പറയുമ്പോൾ പരിശുദ്ധ ദീൻ എന്ത് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീൻ അതിന്റെ അടിസ്ഥാനപരമായി അതിന്റെ അടിസ്ഥാന വിഷയം രണ്ടെണ്ണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ട് കലിമത്തെ ഷഹാദ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഈ രണ്ട് കലിമത്ത് തൗഹീദിന്റെ ഈ രണ്ട് വചനങ്ങൾ, അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിന് കുറെ അടിസ്ഥാനങ്ങളുണ്ട്, അതിന് ഒരുപാട് ശാഖകളുണ്ട്, അതിന് ഒരുപാട് ആദാബുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുമുണ്ട്. ഇത് മുഴുവനും ഉൾക്കൊള്ളുമ്പോഴാണ് പരിശുദ്ധ ദീൻ പൂർണ്ണമാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നാണ് അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സർവ കഴിവുകളുടെയും സർവ പ്രതാപത്തിന്റെയും സകല ശക്തിയുടെയും ഉടമസ്ഥനായ റബ്ബ് അല്ലാതെ മറ്റൊരാൾ ആരാധനക്ക് അർഹനായിട്ടില്ല എന്നാണല്ലോ അതിന് നാം അർത്ഥം നൽകാറ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹി എന്ന് പറഞ്ഞാൽ മഅബൂദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അവകാശപ്പെട്ട, ഇബാദത്തിന് അർഹതപ്പെട്ട, ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ട ഒരേ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ശക്തൻ സർവശക്തനായ റബ്ബ്, സൃഷ്ടാവായ റബ്ബ് മാത്രമാകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇബാദത്ത്? അത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് രണ്ട് രൂപത്തിലാണ് അതിനർത്ഥമുള്ളത്. ഒന്ന് അതിന്റെ ഭാഷാപരമായ, ഒന്ന് അതിന്റെ പദാനുപദമായ അർത്ഥം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. എന്നാൽ അതിന്റെ ഉദ്ദേശാർത്ഥമാണ്, അതിന്റെ മഫ്ഹൂമാണ് അല്ലാഹു മാത്രമാണ് ഇലാഹ്. അല്ലാഹു മാത്രമാണ് ഇലാഹ്, അല്ലാഹു അല്ലാത്തവരൊന്നും ഇലാഹല്ല എന്ന ഈ രണ്ട് അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഫ്ഹൂമിനെ കൃത്യമായി ആദ്യം തന്നെ അടിവരയിട്ടുകൊണ്ട് പറയുന്നു അൽഹംദുലില്ലാഹ്. അതിന്റെ മന്തൂഖായ, അതിന്റെ നേരെ പദാർത്ഥത്തെ അതിനെ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരീകരിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് സമസ്ത മദ്രസ നടത്തി എന്നത് മാത്രമല്ല സമസ്തയുടെ പ്രത്യേകത. അടിസ്ഥാനപരമായി സമസ്തക്കുള്ള പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹംദ് എന്ന് പറഞ്ഞാൽ അൽ വസ്ഫു ബിൽ ലിസാനി അലൽ ജമീലിൽ ഇഖ്തിയാരി, ഗുണകരമായ നല്ല സൽഗുണങ്ങളുടെ മേൽ വാഴ്ത്തിപ്പറയുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. ഒരാളിൽ ഒരു നന്മയുണ്ടെങ്കിൽ, അയാളുടെ ഇഷ്ടത്തിനുണ്ടാകുന്ന ഒരു നന്മയുണ്ടെങ്കിൽ, മറ്റാരും നിർബന്ധിച്ചിട്ടുള്ളതല്ലാത്ത അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ളതല്ലാത്ത ഒരു നന്മയുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നാം അയാളെ വാഴ്ത്തിപ്പറയുന്നത് ഹംദാണ്. ഇവിടെ നാം പറയുന്നത് അൽ മുഴുവൻ ഹംദു സ്തുതിയും അള്ളാഹുവിനാകുന്നു, അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഹംദ് എന്ന് പറഞ്ഞാൽ സകല നല്ല ഗുണത്തിന്റെ പേരിൽ വാഴ്ത്തിപ്പറയലാണ്. എങ്കിൽ സകല നല്ല ഗുണങ്ങളും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതാണ് പറഞ്ഞത്. സകല നല്ല ഗുണങ്ങളും, എന്തെല്ലാം കൂവത്തുകൾ ഇവിടെ ഉണ്ടോ, എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ, എന്തെല്ലാം സൽഗുണങ്ങളുണ്ടോ, എന്തെല്ലാം ശക്തി ഇവിടെയുണ്ടോ, അതിന്റെ മുഴുവനും യഥാർത്ഥമായ ഉടമസ്ഥൻ, അതിന്റെ മുഴുവനും യഥാർത്ഥമായ അവകാശി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, റബ്ബിൽ ആലമീൻ. ബാക്കി ലോകം മുഴുവനും അല്ലാഹുവിന്റെ കീഴിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
സർവശക്തിയും അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഒരു ശക്തിയുമില്ല. കാരണം റബ്ബിൽ ആലമീൻ, ലോകം മുഴുവനും അള്ളാഹുവിന്റെ മർബൂബാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ മഖ്ലൂഖാണ്, അവന്റെ തർബിയത്തിന് വിധേയമാണ്. അവൻ നൽകുന്നതിനനുസരിച്ച് മാത്രമേ ലോകത്തിന് മുഴുവനും, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലും ലോകം മുഴുവനും അള്ളാഹുവിന്റെ മർബൂബാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. അള്ളാഹുവിന് മാത്രമാണ് സകല ശക്തിയും ഉള്ളൂ. ഇതിങ്ങനെ പറഞ്ഞ് അതിന്റെ വിശദീകരണമാണ് അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ വരെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് നമ്മോട് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ നിന്നാണ് ഇബാദത്ത് എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇയ്യാക, അതുവരെ നാം പറയുന്നത് അള്ളാഹുവിനാണ്. അതേ അവസ്ഥയിൽ നിന്ന് തെറ്റി നേരെ പറയുന്നു ഇയ്യാക, ഇപ്പറഞ്ഞ നിന്നെ. ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം അത് നിനക്കാണ്. സകല ശക്തിയും നിനക്ക് മാത്രമാണെന്നും മറ്റുള്ളവർക്ക് സ്വന്തമായി ഒരു ശക്തിയും ഇല്ല എന്നും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വണക്കം ഇത് നിനക്ക് മാത്രമാകുന്നു. ഈ അർത്ഥത്തിലുള്ള സഹായത്തോട്ടം നിന്നോട് മാത്രമാകുന്നു. അഥവാ നിനക്ക് നഖുസ്സുക ബിൽ ഇബാദ വനതവക്കലു അലൈക്. ഇതാണ് അതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നത് ഇയ്യാക്കയുടെ അർത്ഥം മഹാന്മാരായ മുഫസ്സിറുകൾ വിവരിക്കുന്നത് അയ്യാമൻ ഹാദാ ശഅ്നുഹു, ഈ സർവശക്തിയുടെയും ഉടമസ്ഥനായ റബ്ബേ, സകല ശക്തിയുടെയും ഉടമസ്ഥനായ റബ്ബേ, സകല ഖുവ്വത്തിന്റെയും ഉടമസ്ഥനായ റബ്ബേ, ഇത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിന്നെ വണങ്ങുന്നു, ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു ശക്തി മറ്റൊരാൾക്ക് വെച്ചുകൊടുത്താൽ അത് അയാൾക്കുള്ള ഇബാദത്തായി. നേരെ മറിച്ച് മുഴുവൻ ശക്തിയും മുഴുവൻ കഴിവും അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം അത് നിനക്ക് മാത്രമാകുന്നു. ഇതാണ് അതിന്റെ അർത്ഥമെന്ന് തഫ്സീർ തബരി പോലും പറയുന്നതായി നമുക്ക് കാണാം. അല്ലാഹുമ്മ നഖ്ശഉ വനദില്ലു വനസ്തഖീമു ഇഖ്റാറൻ ലക യാ റബ്ബനാ ബിർറുബൂബിയ്യ ലാ ലിഗൈരിക അയ്യാമൻ ഹാദാ ശഅ്നു ദാതിഹി വസിഫാതിഹി നഖ്സുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആന ഫഇന്നമാ സിവാക കായിനൻ മാ കാന ബിമഅ്സിലിൻ മിൻ ഇസ്തിഹ്ഖാഖിൽ വുജൂദ് ഫളൻ അൻ ഇസ്തിഹ്ഖാഖി അൻ യുഅബദ അൻ യുസ്തആൻ. പടച്ചവനെ, നീയല്ലാത്ത ഒന്നുപോലും, ഒരു വസ്തുവിന് പോലും ഇവിടെ ഉണ്ട് എന്ന് പറയാനുള്ള യോഗ്യത പോലുമില്ല. കാരണം എല്ലാം നിന്റെ മർബൂബാണല്ലോ, എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണല്ലോ, നീ കൊടുക്കുന്ന ശക്തി മാത്രമാണല്ലോ. അതുകൊണ്ട് ഈ ലോകത്തൊരു ശക്തിക്കും ഉണ്ട് എന്ന് വുജൂദ് അവകാശപ്പെടാൻ പോലും ഉള്ള കഴിവില്ല, അധികാരമില്ല. അതുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ആ ഇബാദത്തും ഇസ്തിആനത്തും നിന്നോട് മാത്രം ഞാൻ സമർപ്പിക്കുന്നു, ഇതംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം നിനക്ക് സമർപ്പിക്കുന്നു എന്നാണ് ആ പറയുന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം. അപ്പോഴാണ് ഇബാദത്ത് എന്ത് എന്ന് മനസ്സിലാവുന്നത്. ആരെങ്കിലും ബഹുമാനിക്കലല്ല, ആരെങ്കിലും സ്നേഹിക്കലല്ല ഇബാദത്ത്. ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം നിനക്ക് മാത്രമാണ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ഈ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുക എന്നതാണ് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനം, അടിത്തറ, ഒന്നാമത്തെ അടിത്തറ അതാണ്. ഇതിൽ ഒരു കോട്ടവും വരാൻ പാടില്ല. ഇതിലൊരൽപ്പം വീഴ്ച വന്നാൽ ശിർക്ക് വന്നുപോയി. എന്തെങ്കിലും ഒരു ഖുവത്ത്, എന്തെങ്കിലും ഒരു അധികാരം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കാൻ പാടില്ല, അള്ളാഹു കൊടുത്തതല്ലാതെ. അള്ളാഹു കൊടുക്കുമ്പോ എത്രയും കൊടുക്കും. എന്നാൽ ഈ വസ്തുത അംഗീകരിക്കാൻ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യന് പ്രയാസമുണ്ടായിരിക്കും. സാധാരണഗതിയിൽ പ്രയാസമുണ്ടായിരിക്കും. കാരണം പ്രത്യേകിച്ച് മക്ക മുശ്രിക്കീങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മക്ക മുശ്രിക്കീങ്ങളോട് അള്ളാഹുവിന്റെ റസൂല് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ ആ സാധുക്കൾ പറഞ്ഞതെന്താ അറിയോ? ആ സാധുക്കൾ പറയാ, അതെന്തൊരു വർത്താനാണ്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ഇലാഹുകളും കൂടി പോലെ ഒറ്റ ഇലാഹാക്കുക. അപ്പൊ മുഹമ്മദ് വന്നിട്ട് ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. സൂറത്ത് സ്വാദിലെ 5-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അവർ പറഞ്ഞതിന്റെ അർത്ഥം
وقال هؤلاء الكافرون الذين قالوا محمد ساحر كذاب എന്ന് പറഞ്ഞിരുന്ന ആ മക്ക മുശ്രിക്കീങ്ങൾ ഈ പറഞ്ഞത് എന്താണെന്നറിയോ? അജഅല മുഹമ്മദുൻ അൽ മഅബൂദാതി കുല്ലഹാ വാഹിദൻ യസ്മഉ ദുആഅനാ ജമീഅനാ വയഅലമു ഇബാദത കുല്ലി ആബിദിൻ അബദഹു മിന്നാ. മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞതാണ്, ഈ കണ്ട ദൈവങ്ങൾ 33 കോടി ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇവരൊക്കെ ഉണ്ടായിട്ടും അവരോടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും അവരോടൊക്കെ ഞങ്ങൾ ആരാധിച്ചിട്ടും അവരോടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചിട്ടും ഞങ്ങളുടെ കാര്യം നടക്കുന്നില്ല. പിന്നെ ഒരു ഇലാഹു എന്നാൽ അതൊക്കെ നടക്കുമോ എന്നാണ്. പിന്നെ ഒരു ഇലാഹു എന്നാൽ നടക്കുമോ എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? നിഷേധിക്കാൻ സാധ്യമല്ല. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. സൂറത്ത് സ്വാദിലാണിത് പറഞ്ഞത്. മക്ക മുശ്രിക്കീങ്ങളുടെ അവസ്ഥ അല്ലാഹ് പറഞ്ഞതാണിത്, അവര് പറഞ്ഞതല്ല. അവര് പറഞ്ഞതിനെ അല്ലാഹു എടുത്തു പറയുകയാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. ഇക്കണ്ട ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെ അതൊക്കെ കൂടി ഒരു അള്ളയായി മാറിയാ എങ്ങനെ കടക്കാനാ? ഞങ്ങളുടെയൊക്കെ ദുആ കേൾക്കുമോ? ഞങ്ങളുടെയൊക്കെ ഇബാദത്ത് കേൾക്കുമോ എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അത്രയും മോശപ്പെട്ട ബുദ്ധിപരമായി താഴ്ന്ന അവസ്ഥയാണ് അവർക്ക് ആ വിഷയത്തിലുണ്ടായിരുന്നത്. പിന്നെ എന്നും മുഅ്മിനീങ്ങളായ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവണമല്ലോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വജഅലഹാ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖിബി. ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ മുഅ്മിനീങ്ങൾ ഖിയാമത്ത് വരെ നിലനിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നിഷേധിക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹിയുടെ പരമ്പരയിൽ അതുണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞവരുടെ ഉണ്ടാകും. ബാഖിയത്തൻ ഫീ അഖിബിഹി. അവരുടെ പരമ്പരയിൽ അതുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുവഹ്ഹിദീങ്ങൾ പലയിടത്തുമുണ്ട്. അവരിൽ നിന്ന് അല്ലാഹ് എന്ന പദങ്ങൾ ഇവർ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചെന്ന് ചോദിച്ചാൽ, അല്ല കൂട്ടരെ, ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാ, അപ്പോ അത് ഞങ്ങളുടെ ബിംബമാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാല് തനിച്ച വട്ടാണെന്ന് എവിടേക്കെങ്കിലും കൊണ്ടുപോകൂലേ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പ അവർ പറയും അത് അള്ളാണെന്ന് പറയും. എന്നല്ലാതെ അള്ളാഹ് എന്ന ശക്തിയിൽ മക്ക മുശ്രിക്കീങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഖാനിൽ അടിവരയിട്ടുകൊണ്ട് പറയുന്നു. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കിയതാണ്. ആരാണ് ഈ റബ്ബ്? റബ്ബിസ് സമാവാതി വൽ അർള്. ആകാശഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബ്. ആകാശഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബ്. വമാ ബൈനഹുമാ, അതിന്റെ ഇടയിലുള്ളതിന്റെയും ഉടമസ്ഥനായ റബ്ബ്. ഇൻ കുൻതും മൂഖിനീൻ. നിങ്ങൾ ഇടക്കൊക്കെ പറയാറുണ്ടല്ലോ, ആരാണ് ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അള്ളാഹ്ന്നൊക്കെ പറയലുണ്ടല്ലോ. ആ വിഷയത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കുത്ത് അവിടെ കൊടുത്തു. മുഫസ്സിറുകൾ അവിടെ വിവരിക്കുന്നുണ്ട്. അവർക്ക് വിശ്വാസമില്ല എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. എന്നിട്ടോ ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങളാ പറയുന്നതിൽ, നാവുകൊണ്ട് പറയുന്നതിൽ, ചോദിക്കുമ്പോൾ പറയുന്നതിൽ നിങ്ങൾക്ക് യഖീനുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വയുമീതു, അവനല്ലാതെ ഇലാഹില്ല, അവനാണ് റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ മുൻഗാമികളായ പിതാക്കളുടെയും റബ്ബ് അവനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് അടിവരയിട്ട് പറയുന്നു. ബൽ, ഇല്ല, ഹും അവർ, ഫീ ശക്കിൻ, സംശയത്തിലാകുന്നു. സംശയത്തിലായും കൊണ്ട് യൽഅബൂൻ, കളിക്കുക, തമാശ കളിക്കുകയാണ്. അവർക്ക് വിശ്വാസമില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലെന്ന് അള്ളാഹ് പറയുന്നു. ഇവിടെ ചില ആളുകൾ പറയുന്നത് അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സമസ്തക്കാരും. അള്ളാഹ് പറയുന്നു ബൽഹും ഫീ ശക്കിൻ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു,
ഷെക്കിലാണെന്ന് പറഞ്ഞു നിർത്തിയില്ല. ഷെക്കിലായും കൊണ്ട് കളിക്കുകയാണ്, തമാശ കളിക്കുകയാണ്. അതുകൊണ്ടാണ് തുണി അഴിച്ചിട്ടിട്ട് വസ്ത്രം ധരിക്കാതെ കഅബന്റെ അടുത്ത് വന്ന് തവാഫ് ചെയ്യുമ്പോ അപ്പൊ പറയും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കുഹു വമാ മലക്ക്. എന്തായി പറഞ്ഞെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഒരു ശരീക്കുണ്ട്, ആ ശരീക്കിന് ഈ നിൽക്കാം. പിന്നെ എങ്ങനെ ശരീക്കാകുന്നത്? ഇത് അവിടെ വരുമ്പോ ഒരു തമാശ. അതാണ് യൽഅബൂൻ. ബൽഹും യശുക്കൂൻ എന്നല്ല, ബൽഹും ഷാക്കൂൻ എന്നല്ല, ഷക്കിലായും കൊണ്ട് തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഖുർആൻ പറയുന്നു. ചോദിക്കുമ്പോൾ ഒന്ന് പറയും, എന്നാൽ യഥാർത്ഥത്തിലുള്ള അവരുടെ അവസ്ഥ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ. ഇക്കണ്ട ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്നിട്ടാണോ ഇക്കണ്ട ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടും നടക്കാത്ത കാര്യമാണോ ഒരല്ലാഹ് എന്ന് പറയുന്ന ദൈവം വിചാരിച്ചാൽ നടക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് അതിപ്രധാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ ആ രൂപത്തിൽ വ്യാഖ്യാനവും നൽകി. അതായിരുന്നില്ലേ വസ്തുത? എന്റെ വിഷയം അതല്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ നിലക്ക് മനസ്സിലാക്കുന്ന ആളുകൾ അവരുടെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് ചില മാർഗങ്ങൾ സ്വീകരിക്കും. അതാണ് അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ അവന്റെ അമ്പിയാക്കൾ ഔലിയാക്കളിലൂടെ പ്രകടമാക്കുന്നത്. ഈ ലോകത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാര്യകാരണങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നേരിട്ട് അള്ളാഹുവിനെ ദർശിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തിന്റെ ഭാഗമായി ഇത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നേരിട്ടുള്ള ഇടപെടൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ ഭൗതികമായ കാര്യകാരണങ്ങളെ ലംഘിച്ചുകൊണ്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് നേരിട്ട് അല്ലാഹുവിന്റെ ഖുദ്റത്ത്, നേരിട്ട് അല്ലാഹുവിന്റെ കുൻ പ്രകടമാകുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ മുഅ്ജിസത്ത് കറാമത്തിലൂടെ ആ ഖുലഫാഇന്റെ ഖിലാഫത്തിലൂടെ അല്ലാഹുവിന്റെ ഖലീഫമാരാകുന്ന അമ്പിയാക്കൾ ഔലിയാക്കളിലൂടെ ഈ അല്ലാഹുവിന്റെ അടയാളങ്ങളെ വെളിവാക്കിക്കൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അവർക്ക് ഉൾക്കാഴ്ച നൽകി മനസ്സുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ അകൻകണ്ണുള്ളവർക്ക് ആ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും മർക്കടമുഷ്ടിയുടെയും ആ കടുത്ത മറ മാറ്റിവെച്ചവർക്കെല്ലാം പടച്ച റബ്ബിനെ കാണിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുക്കുന്നു. മഹാന്മാരായ അമ്പിയാക്കളിലൂടെ, മഹാന്മാരായ ഔലിയാക്കളിലൂടെ, അവരിലൂടെ അള്ളാഹുവിന്റെ അടയാളങ്ങൾ വെളിവാകുന്നു. അങ്ങനെ ഹഖുൽ യഖീൻ നൽകുന്നു. പരമാർത്ഥത്തിലൂടെ ദീനിനെ അള്ളാഹു ഇവിടെ സ്ഥാപിക്കുന്നു. ബഹുമാനപ്പെട്ട മൂസ നബിയുടെ ചരിത്രം നമുക്കറിയാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ അടുത്ത് ചെന്നപ്പോ ഫിർഔന് പറഞ്ഞത് എന്താണ്? ഫിർഔനും കൂട്ടരും കൂടിയിട്ട് ഇത് സാഹിറാണെന്ന് പറഞ്ഞു. ഹാറൂൻ നബിയെ സംബന്ധിച്ച് സാഹിറാണെന്ന് പറഞ്ഞു. മൂസ നബിയെ സംബന്ധിച്ച് സാഹിറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നാട്ടിലുള്ള പ്രഗത്ഭരായ, ഏറ്റവും ശക്തരായ, നിപുണരായ, മാരണവിദ്യ അറിയുന്നവരെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവിടെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നു. അവർ വന്നിട്ട് അവരുടെ സകല ശക്തിയും ഉപയോഗിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്താമെന്ന വ്യാമോഹത്തോടുകൂടെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വന്നു നിൽക്കുന്ന ആളുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ളത് അത് സിഹറല്ല, അത് ശഅബദയല്ല, അത് കൺകെട്ടുവിദ്യയല്ല, അത് അല്ലാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടലാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ ഫിർഔനിനോട് പറഞ്ഞു, ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു. ആ നിങ്ങൾക്ക് പ്രതിഫലം മാത്രമല്ല, ഖാല നഅം വഇന്നകും ലമിനൽ മുഖറബീൻ, നിങ്ങൾക്ക് വലിയ പാരിതോഷികം മാത്രമല്ല, നിങ്ങൾ നമ്മുടെ കൊട്ടാരത്തിലെ സ്ഥിരം നമ്മുടെ അടുപ്പക്കാരായി മാറും. ഒരു വലിയ ആവേശത്തോടുകൂടെ
അത്യാഗ്രഹത്തോടുകൂടി വലിയ സ്ഥാനമല്ലേ കിട്ടാൻ പോകുന്നത്. അവരുടെ കയ്യിലുള്ള എല്ലാ അടവുകളും എടുത്തുകൊണ്ട് വലിയ സിഹർ അവിടെ നടത്തുകയാണ്, കൺകെട്ട് വിദ്യ നടത്തുകയാണ്. قال ألقوا فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്ക്. അവർ വലിയ സിഹർ ചെയ്തു, കൺകെട്ട് വിദ്യ നടത്തി. സഹറു അഅയുനന്നാസ്, ജനങ്ങളുടെ കണ്ണുകൾ കെട്ടിയവർ. വസ്തർഹബൂഹും, അവർക്കൊക്കെ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഭീതിയുണ്ടാക്കുന്ന വിധത്തിലുള്ള വലിയ കടുത്ത മാരകവിദ്യ അവർ കൊണ്ടുവന്നു. അവിടെ സുഅബാനുകൾ, അതുപോലെയുള്ള വസ്തുക്കൾ, വലിയ വലിയ മൂർഖം പാമ്പുകൾ അമ്മാനമാടുന്ന ഒരു രംഗമായി മാറി. അങ്ങനെ തോന്നുന്ന രംഗമായി മാറി. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഔഹൈനാ ഇലാ മൂസ അൻ അൽഖി അസാഖ്, ആ വടി അങ്ങോട്ടിട്ടോളൂ. ഫഇദാ ഹിയ തൽഖഫു മാ യഫികൂൻ, ആ വടി അങ്ങോട്ടിട്ടപ്പോൾ അവരുടെ സകല സിഹറുകളെയും സകല പാമ്പിനെയും അതങ്ങോട്ടും വിഴുങ്ങി. വികാരിയായ, അഹങ്കാരിയായ, കണ്ണ് മഞ്ഞളിച്ചു പോയിട്ടുള്ള, ആ അധികാരത്തിന്റെ മറ വീഴ്ത്തിയിട്ടുള്ള ഫിർഔനിന് അപ്പോഴും കണ്ണു കണ്ടില്ല. പക്ഷേ ഏറ്റവും വലിയ സിഹറുകാരന് പോലും ചെയ്യാൻ കഴിയാത്ത മഹാത്ഭുതമാണ് ഇവിടെ നടന്നതെന്നും അതിനുവേണ്ടി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തന്ത്രവും മന്ത്രവും പ്രയോഗിച്ചിട്ടില്ലെന്നും, മറിച്ച് ബിസ്മില്ലയല്ലാതെ, അള്ളാഹുവിനോടുള്ള സഹായാഭ്യർത്ഥനയല്ലാതെ, അള്ളാഹുവിൽ നിന്നുള്ള ആ സഹായമല്ലാതെ മറ്റൊന്നും ഇവിടെ നടന്നിട്ടില്ലെന്നും പൂർണ്ണമായി ബോധ്യപ്പെടാൻ ഇനി എവിടെ പോകണം സാഹിര്യങ്ങൾക്ക് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. അവരുടെ കണ്ണുകൊണ്ട് റബ്ബിനെ കണ്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് റബ്ബിനെ കാണാൻ അവർക്ക് കഴിഞ്ഞു. ബസീറത്തുകൊണ്ട് അവർ അവരുടെ റബ്ബിനെ കണ്ടു. അവർ പറഞ്ഞു, അവർ വളരെ കൃത്യമായി പറഞ്ഞു, വഉൽഖിയ അസ്സഹറത്തു സാജിദീൻ ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂൻ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്. മൂസ നബി അലൈഹിസ്സലാത്തു ുള്ളത് വിധിക്കാം, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. കണ്ടോ, മൂസ നബിയിലൂടെ ഇവിടെ വെളിവായത് അള്ളാഹുവിന്റെ അടയാളമാണ്. അവരാണ് ശആഇറുല്ലാഹ്, അള്ളാഹുവിന്റെ അടയാളങ്ങൾ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇതുപോലത്തെ പല സംഭവങ്ങളും നമുക്ക് കാണാം. ഇതുപോലെ മഹാന്മാരായ അമ്പിയാക്കൾ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെയുള്ള അമ്പിയാക്കളൊക്കെ ആ നിലക്ക് അവരിലൂടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു വെളിവാക്കി കൊടുക്കുകയാണ്. നേരിട്ടുള്ള ഇടപെടൽ അതിന് അവരിലൂടെ അല്ലാതെ സാധ്യമേ അല്ലതാനും. ഹിജാബുഹുൻ നൂർ, അള്ളാഹുവിന്റെ ഹിജാബ് നൂറാണ്. അള്ളാഹുവും ഖാലിഖായ റബ്ബും സൃഷ്ടികളും തമ്മിൽ ഒരു മറയുണ്ട്. ഈ മറയും പ്രകാശമാണ്. ആ മറയെങ്ങാനും നീങ്ങിയിരുന്നുവെങ്കിൽ ലാഹറഖത് സുബ്ഹാത്തു വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറുഹു ഹദീസുൻ സഹീഹുൻ റവാഹുൽ ഇമാം മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആ മറയെങ്ങാനും നീങ്ങി അല്ലാഹു ഈ പ്രപഞ്ചത്തിലേക്ക് നേരിട്ട് ഇടപെടുമായിരുന്നുവെങ്കിൽ ലാഹറഖത് സുബ്ഹാത്തു വജ്ഹിഹി, അല്ലാഹുവിന്റെ പ്രൗഢിയുടെ പ്രഭാകിരണങ്ങൾ കരിച്ചു കളയുമായിരുന്നു. മൻതഹാ ഇലൈഹി ബസറു, ഈ ലോകത്താകമാനം. എല്ലാവർക്കും അതിന് സാധ്യമല്ല. മറിച്ച് ശരീരമാസകലം നൂറാനിയായി ഉയർന്ന ആളുകൾക്ക് ആ നൂറ് ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ. ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് ഉയർന്ന ആളുകൾ, ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ, അവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ഹിജാബാകുന്ന നൂറ് ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഭേദിക്കുന്ന ആളുകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തജല്ലിയാത്ത് ഉണ്ടാവുക, അവരുടെ ദൃഷ്ടാന്തങ്ങൾ വെളിവാവുക. അതിങ്ങനെ വെളിവായിക്കൊണ്ടിരിക്കുന്നു, നേരിട്ട് അള്ളാഹു വെളിവാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് ബുദ്ധി ഉള്ളവർക്കൊക്കെ, ഈ മർക്കടമുഷ്ടി ഒഴിവാക്കിയവർക്കൊക്കെ അള്ളാഹിനെ കാണാൻ അള്ളാഹു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ജുമഅക്ക് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സഹാബി വന്നുകൊണ്ട് പാടിയില്ലേ, അത്തൈനാക വല്ലദുറാഉ യുദ്നീല ബാനുഹാ, അല്ലെങ്കിൽ അത്തൈനാക വല്ലദുറാഉ യുദ്മാല ബാനുഹാ വഖദ് ശുഗിലത് ഉമ്മുസ്സബി عن الطفل وألقى بكفيه الصبي استكانة من الجوع وفنا يمر وما يحلي ولا شيء مما يأكل الناس عندنا سوى الحمل للآه والعله ذي الفصل وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ആ സഹാബി പാടുകയാണ്. ഇമാം ബുഖാരി ഇതിന്റെ അടിസ്ഥാന രൂപം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് കിതാബുകളിൽ വന്നിട്ടുള്ള കവിതയാണെങ്കിലും ഈ സംഭവം അതിന്റെ അസ്ല് ബുഖാരിയിൽ കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, വെള്ളമില്ലാത്തതിന്റെ പേരിൽ ജീവിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ സുന്ദരികളായ യുവതികളുടെ മാറിടമൊക്കെ ചുളുങ്ങിപ്പോയി നബിയേ, അവർക്കൊന്ന് ചിരിക്കാൻ പോയിട്ട് കരയാൻ പോലുമുള്ള കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മക്കൾ എത്തിയിരിക്കുന്നു നബിയേ. വലാ ശൈഅ മിമ്മാ യഅകുലുന്നാസു ഇൻദനാ സിവൽ ഹംദലില്ലാഹി വൽ ഇൽമി ബിൽ ഫസ്ലി. മനുഷ്യൻ കഴിക്കുന്ന ഒന്നും ഞങ്ങൾക്കില്ല. മനുഷ്യന്മാർക്ക് കഴിക്കാൻ സാധിക്കുന്ന ഒരു അന്നം ഞങ്ങളുടെ കയ്യിലില്ല. എൽഹുസിൽ ഫസിൽ എന്ന് പറഞ്ഞാൽ ആടിന്റെയും ഒട്ടകത്തിന്റെയും രോമവും അത് രക്തം കലർത്തിക്കൊണ്ട് ഉണക്കി വെച്ച് അത് പൊരിച്ച് കഴിക്കുന്നൊരു സ്വഭാവം വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അറബികൾ ചെയ്യാറുണ്ടായിരുന്നത്രേ. ഇതാണത്രേ എൽഹിസ് എന്ന് പറയുന്നത്. അതുപോലെ ആട്ടങ്ങ മനുഷ്യന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം സംഗതികളല്ലാതെ ഒന്നും ഞങ്ങളുടെ കയ്യിൽ കഴിക്കാനില്ല. അതുകൊണ്ട് ഇല്ല ഇലൈക ഫിറാറുന വഅൈന ഫിറാറുൻ നാസ് ഇല്ലാ ഇലർ റസൂലി. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മുസ്ലിങ്ങളുടെ അടുത്തേക്കല്ലാതെ എങ്ങോട്ടാണ് ഓടിപ്പോകാനുള്ളത്? വലൈസലന, ഞങ്ങൾക്കില്ലല്ലോ ഇല്ലാ ഇലൈക ഫിറാറുന, അങ്ങയോട് ഒന്ന് അവലാതി പറയലല്ലാതെ പടച്ച റബ്ബിൽ നിന്ന് വെള്ളം കിട്ടാൻ, പടച്ച റബ്ബിൽ നിന്ന് മഴ കിട്ടാൻ വേണ്ടി, അങ്ങൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങയുടെ അടുത്തേക്ക് ഓടിവരികയല്ലാതെ, അങ്ങയുടെ ശഫാഅത്തിന് വേണ്ടി സാധുക്കളായ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് ഓടി വരികയല്ലാതെ മറ്റു മാർഗങ്ങൾ ഞങ്ങൾക്കില്ല നബിയേ. വഅന്നാ ഫിറാറുൻ നാസ് ഇല്ലാ ഇലർ റസൂലി. എന്നല്ല സാധാരണ മനുഷ്യന്മാര് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മുർസലീങ്ങളുടെ അരികിലേക്കല്ലാതെ, അമ്പിയാക്കളുടെ അരികിലേക്കല്ലാതെ, ഔലിയാക്കളുടെ അരികിലേക്കല്ലാതെ, സാദാത്തുക്കളുടെ അരികിലേക്കല്ലാതെ എങ്ങോട്ടാണ് അവർക്ക് ഓടിച്ചെല്ലാനുള്ളത്? അതുകൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു നബിയേ, അങ്ങനെ അതിന് പരിഹാരം കാണണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പാട്ടുപാടി നബിയോട് ആവശ്യപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂല് ഒരു പ്രത്യേക രൂപത്തിൽ നിന്നുകൊണ്ട് അതാ ദുആ ചെയ്യുന്നു. രണ്ട് കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുമ്പോൾ മഹാന്മാരായ സഹാബത്ത് പറയുകയാണ്, ആകാശത്ത് ഒരു മേഘത്തിന്റെ തുണ്ട് പോലുമില്ല. ആകാശത്ത് സൂര്യനിങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന രംഗം അള്ളാന്റെ റസൂല് ദുആ ചെയ്ത് കൈ താഴ്ത്തിയിട്ടില്ല. അപ്പോഴേക്കതാ ചുറ്റുഭാഗത്തു നിന്നും പർവ്വതങ്ങൾ കണക്ക് മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടു വരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു. അള്ളാഹുവിന്റെ റസൂല് മിമ്പറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റസൂലിന്റെ താടിയിൽ നിന്ന് മഴവെള്ളം ഇങ്ങനെ ഒഴിക്കുകയായിരുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് അള്ളാഹനെ കാണാൻ ഇനി എവിടെ പോകണം സഹോദരങ്ങളെ? ഇതാണ് ഹഖുൽ യഖീൻ എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. ഇതാണ് എന്റെ മാർഗമെന്ന് നബിയെ അങ്ങ് പറയണം. ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു,
ക്ഷണിക്കും. അലാ ബസീറ, ഉൾക്കാഴ്ചയുടെ മേൽ. ഉൾക്കാഴ്ച എനിക്കുമുണ്ട്, ഞാനത് നൽകിയും കൊണ്ട് അകം കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാനും വമനിത്തബഅനി, എന്നെ പിൻപറ്റിയ എന്റെ മുത്തബിഈങ്ങളായ, എന്നെ അനുധാവനം ചെയ്ത് എന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, എന്റെ ഉറഫ ആകുന്ന, എന്റെ അനന്തരം ലഭിച്ചിട്ടുള്ള ആ ഉലമാ ഉണ്ടല്ലോ, ആ ഇൽമുൽ കിതാബ് കിട്ടിയിട്ടുള്ള ആളുകൾ, അന വമനിത്തബഅനി, എന്നെ ശരിക്ക് ഇത്തിബാ ചെയ്തിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളും ഈ നിലയ്ക്ക് ബസീറത്ത് നൽകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹു എന്റെ റസൂലിനോട് പറയാൻ നബിയെ തങ്ങൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലേ, ആ നിലക്കുള്ള മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിനെ. ഈ മഴ നീണ്ടു നിൽക്കുകയാണ് തൊട്ടടുത്ത ആഴ്ച വരെ. മഴ കൊണ്ട് കുടുങ്ങി നബിയെ. ഞാൻ ചുരുക്കി പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അവസരമുണ്ടെങ്കിൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു വാങ്ങിയ മഴയാണല്ലോ, ആ മഴ നിലനിൽക്കുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അള്ളാഹു ചോദിക്കുമ്പോഴത്തിന് മഴ കൊടുത്തു. പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹ് എവിടെയായിരുന്നു ഇതുവരെ? ഈ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയതൊക്കെ അള്ളാഹ് കാണുന്നില്ലേ? അള്ളാഹുവിനോട് ഇവരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. അതേ അവിടെ പഠിപ്പിക്കുകയാണ്. നിന്റെ കാര്യങ്ങൾ നേടണമെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അടുത്തേക്ക് പോകൂ, ഔലിയാക്കളുടെ അടുത്തേക്ക് പോകൂ. അവരുടെ ശഫാഅത്തുണ്ടെങ്കിൽ വേഗം കിട്ടുമെന്ന ആ ഒരു വലിയ തത്വം, ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. അല്ലെങ്കിൽ അള്ളാഹ് അതിനെ ഒന്ന് തന്നെ കൊടുക്കാമായിരുന്നല്ലോ. ഒരാഴ്ച മഴ നീണ്ടു നിൽക്കുകയാണ്. ആ അടുത്ത വെള്ളിയാഴ്ച ആ സഹാബിയോ അല്ലെങ്കിൽ മറ്റൊരു സഹാബിയോ എണീറ്റുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇപ്പൊ ഞങ്ങൾ മഴ കൊണ്ട് കുടുങ്ങിയിരിക്കുന്നു നബിയേ, അതുകൊണ്ട് മഴയൊന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി അങ്ങ് തന്നെ ഇടപെടണമെന്ന് പറയുന്നു. റസൂലുള്ള അതാ ബഹുമാനപ്പെട്ട ആ റസൂലിന്റെ പുണ്യകരങ്ങൾ ചൂണ്ടിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുകയാണ്. ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുകയാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് പറയുന്നു, പടച്ചവനേ, നിന്റെ മഴയാകുന്ന റഹ്മത്ത് അങ്ങ് മലമ്പ്രദേശങ്ങളിലേക്ക്, ആ മലഞ്ചെരുവുകളിലേക്കൊക്കെ നീങ്ങിപ്പോയിക്കൊള്ളട്ടെ. ഇവിടെ ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട് റബ്ബേ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഈ ചൂണ്ടിയ ഭാഗത്തേക്ക് മേഘങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു എന്ന് മഹാന്മാരായ സഹാബത്ത് പറയുമ്പോൾ, ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഇനി അള്ളാഹുവിനെ പോകണം. ഈ നിലക്ക് ബസീറത്ത് നൽകുന്നു, ഈ നിലക്ക് ബസീർ നൽകും. ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ ചരിത്രത്തിൽ എന്തെല്ലാം നമുക്ക് കാണാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു യുദ്ധത്തിന്റെ രംഗത്ത് വെച്ചിട്ടാണല്ലോ പറഞ്ഞത്, നിങ്ങൾ വിഷം കുടിക്കണം, നിങ്ങൾക്ക് വിഷം വേഷമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉ എന്ന് ഓതിയും കൊണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു കുടിച്ചുവല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഈ നിലക്ക് മഹത്തുക്കൾ അത് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം വരുന്ന മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ യഥാർത്ഥ വാരിഥ്യങ്ങളായ അനന്തരഗാമികളായ മഹത്തുക്കളായ ആരിഫീങ്ങളാകുന്ന ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് എന്ന് പറഞ്ഞ ഇൽമുള്ള ആളുകൾ ഇതേ ക്രമത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്? ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരൊറ്റ സംഭവം ഞാൻ പറയാം. അവസാനം ബഹുമാനപ്പെട്ട അജ്മീർ തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതും ശത്രുക്കൾ എന്തൊക്കെ ചെയ്യുന്നുവോ അത് മുഴുവനും പരാജയപ്പെടുന്നതും കണ്ടപ്പോൾ ആ നാട്ടിലുള്ള ഈ രാജാവിന്റെ പൃഥ്വിരാജ എന്ന് പറയുന്ന രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ആ ഷാദീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങ്
നാട്ടിലൊക്കെ നടന്ന് റിയാള കിട്ടുന്നവനാണ്, വലിയ സ്വാമിയാണ്, അയാൾ വലിയ സേവയുള്ളവനാണ്, ഒരുപാട് പിശാചിന്റെ സേവയുള്ളവനാണ്, വലിയ മാഹിറായ സാഹിറാണ്. അയാളോട് വിവരം പറഞ്ഞു. അയാളുടെ നേതൃത്വത്തിൽ ഒരുപാട് മനുഷ്യരും പിശാചുകളും പാമ്പും അതുപോലെയുള്ള പ്രാണികളും തേളുകളും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു സംഘം ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജയെ നശിപ്പിക്കാൻ വേണ്ടി വന്നു. ബഹുമാനപ്പെട്ടവർ ആ വിവരമറിഞ്ഞപ്പോൾ അവരുടെ മുരീദന്മാരോട് പറഞ്ഞു, ഒരു വര വരച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിൽക്കണം, പുറത്തേക്ക് കടക്കരുത് എന്ന് പറഞ്ഞു. ശത്രുക്കളൊന്നായിട്ട് വരുന്നു. ശത്രുക്കളിൽ പറന്നു വരുന്നവരുണ്ട്, പാമ്പുകളുണ്ട്, അതുപോലെ പിശാചുകളുണ്ട്. ബഹുമാനപ്പെട്ട ചരിത്രകാരന്മാർ പറയുകയാണ്, ഇവരോരോന്നും ഇങ്ങോട്ട് വരുമ്പോൾ മഹാനവറുകൾ ആ വരച്ചിട്ടുള്ള വരയുടെ അങ്ങോട്ട് എത്തുമ്പോൾ എല്ലാം ചത്തുവീഴുന്നു, എല്ലാം ചത്തുവീഴുന്നു. ഇത് കണ്ടുകൊണ്ട് ഷാദീദൈവ് അന്തം വിട്ടു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാജയോട് കളിച്ചാൽ നടക്കില്ല. ഖാജയുടെ കയ്യിലുള്ളത് കൺകെട്ടല്ല, അത് സിഹറല്ല, അത് മറ്റെന്തോ ശക്തിയാണെന്ന ബോധ്യം അദ്ദേഹത്തിന് വരുന്നു. അല്ലാഹുവിനെ അയാൾ കാണാൻ തുടങ്ങുന്നു. സാറ ഷാദി ദൈവവും സഅദീബിനവരും നീക്കുമോ ഐ മദദ് യാ ശൈഖ അജ്മി എന്ന് മഹാനായ ശംസുൽ ഉലമാ തങ്ങൾ അവர்கள் അജ്മീർ മൗലിദിൽ പറഞ്ഞത് അതാണ്. സാറ ഷാദി ദൈവവും സഅദീബിനവരും നീക്കുമോ ഐ മദദ് യാ ശൈഖ അജ്മി അദ്ദേഹം മുസ്ലിമായി ഷാദി മാറി സഅദിയായി മാറി എന്ന് മാത്രമല്ല, മഹാനവറുകൾ ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അദ്ദേഹം പിന്നെ വലിയ ആലിമായി വലിയായി മാറി. ചരിത്ര സത്യങ്ങളാണ് ഇതൊന്നും ഞങ്ങളാരും പറയുന്നതല്ല. ഇന്ത്യയുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്, ലോക ചരിത്ര പുസ്തകങ്ങൾ മറിച്ചു നോക്ക്, ഇംഗ്ലീഷുകാരെഴുതിയ പുസ്തകങ്ങൾ മറിച്ചു നോക്ക്. ഇത് സമസ്തക്കാരെഴുതിയ പുസ്തകത്തിലുള്ളതല്ല, അങ്ങനെയുള്ള ചരിത്രങ്ങളല്ല, ലോകം അംഗീകരിച്ച ചരിത്രമാണല്ലോ. ഇന്ന് ഇന്ത്യയിൽ ആരാണ് ഇത് അംഗീകരിക്കാത്തുള്ളത്? ഇവിടെയും പരാജയപ്പെട്ടപ്പോഴും അവസാനം അതിലും വലിയ അതിഗംഭീരനായ കുടുംബീകരനായ ഒരു സാഹിറിനെ സമീപിക്കുകയാണ്. ജയ്ഫാൽ എന്ന് പറയുന്ന മനുഷ്യനെ സമീപിച്ചു. അയാൾ വന്നു, മഹാനായ ഖാജയുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പോകണം, ഇവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോ മഹാനായ ഖാജ പറയുകയാണ്, എന്തിൽ പിന്നെ നീ എന്തിന് കാത്തു നിൽക്കണം, നീ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കയ്യിലുള്ള ഒരു തോല് അയാൾ അന്തരീക്ഷത്തിലേക്ക് അങ്ങോട്ട് വിരിച്ച് അയാൾ അതിലേക്ക് അങ്ങോട്ട് ചാടിക്കയറിയിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ പറന്ന് പൊന്തി വരാൻ തുടങ്ങി, പൊന്തി പോവാൻ തുടങ്ങി. അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണ് കാണുന്ന അവസ്ഥയിൽ നിന്ന് കൺമറയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് മറയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മഹാനായ ഖാജ തന്റെ ചെരുപ്പൂരിക്കൊണ്ട് ചെരുപ്പിനോട് പറയുന്നു, ചെരുപ്പേ പോയിക്കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്താൻ പറയുന്നു. ആ ചെരുപ്പ് പൊന്തിപ്പോകുന്നു. ആ ജയ്ഫാലിനെ അടിച്ച് താഴെ ഇറക്കുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന ജയ്ഫാലിന് ഇത് കൺകെട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യം വരികയും അയാളുടെ മനസ്സിൽ ഹിദായത്തിന്റെ വെളിച്ചം വരാൻ തുടങ്ങുന്നത് ഖാജ കാണുന്നു. ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നു. അയാളതാ അവിടെ കാക്ക വീഴുന്നു, സുജൂദിൽ വീഴുന്നു. നാല ജയ്ഫാൽ സാജിദൻ മാമക്കും طائبا المدد يا شيخ أجيني لنعم الدين ما لتابي أن لكم أعلى مقامات العلا المدد يا شيخ أجيني لنعم الدين ജയ്ഫാൽ അങ്ങയുടെ മുന്നിൽ തൗബ ചെയ്ത് സുജൂദിൽ വീണപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയല്ലോ, അദ്ദേഹത്തിന് വിലായത്തിന്റെ ഉന്നതമായ പദവി കൊടുത്തു മഹാനവറുകൾ അവരുടെ ഖലീഫമാരിൽ ഉൾപ്പെടുത്തി. ചരിത്രങ്ങളാണ്, ചരിത്ര സത്യങ്ങളാണ്, നിഷേധിക്കാൻ സാധ്യമല്ല. ഈ നിലക്ക് മഹത്തുക്കളായ അമ്പിയാക്കളുടെ അനന്തരമുള്ള മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത അതേ ക്രമത്തിൽ, റസൂലുള്ള ചെയ്ത അതേ ക്രമത്തിൽ നമ്മുടെ ഉലമാ ചെയ്യുന്നു. ലോകത്തിനത് കാണാൻ കഴിയുന്നു. റസൂലുള്ള മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തെങ്കിൽ മഹാനായ കണ്ണീത്ത് അഹ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു സ്ഥലത്ത് മഴയ്ക്ക് വേണ്ടി
ദുആ ചെയ്തത്രേ. ഒരു ഗ്രാമത്തിൽ ഇന്നും അത് അനുഭവിച്ച ആളുകളുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവർ ദുആ ചെയ്തു, അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവർ ദുആ ചെയ്തു. പക്ഷേ മഴ വർഷിക്കുന്നത് കാണുന്നില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്രേ, മഴ ഇന്ന് പെയ്തില്ലെങ്കിൽ കണ്ണിയത്ത് അഹമ്മദ് ഇവിടുന്ന് എണീക്കുകയില്ല. ഇന്നലില്ലാഹി ഇബാദൻ, ഇന്നലില്ലാഹി അല്ലാഹുവിന് ചില ആളുകളുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവരങ്ങോട്ട് സത്യം ചെയ്താൽ അള്ളാഹു അതങ്ങോട്ട് നടപ്പിൽ വരുത്തും. അങ്ങനെയുള്ള ചില മഹത്തുക്കൾ അള്ളാഹുവിനുണ്ടെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് സഹീഹായ ഹദീസാണല്ലോ. അതാ പുലരുന്നു, മഴ വർഷിക്കുന്നു. മഴ വർഷിക്കാതെ അവിടുന്ന് എണീക്കുന്നില്ല. ഇവിടെ ഒരു കൺകെട്ട് വിദ്യയുമില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്നു, മഴ വർഷിക്കുന്നു. നിങ്ങളാലോചിക്കണം. ഇടയ്ക്കിടയിൽ ക്രിസ്ത്യാനികൾ വന്നു അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി അവരാവുന്നതൊക്കെ ചെയ്തു. ആ ഉന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് 90ഓളം കുടുംബങ്ങൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി ക്രിസ്ത്യാനികളായി പോയി. അങ്ങനൊരു കാലം മഞ്ചേരിയിൽ കഴിഞ്ഞുപോയി. ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതുപോലെ സമ്പത്തൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ ആവുന്നതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അവസാനം അതിനെ പ്രതിരോധിക്കാൻ ആരുണ്ടെന്നെല്ലാവരും ചിന്തിച്ചു. അവസാനം ബഹുമാനപ്പെട്ട അബൂബക്കറും സിനാർക്കല്ലാതെ ഇതൊരു പ്രതിരോധിക്കാൻ സാധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ അരികിൽ ചെന്നുകൊണ്ട് വിഷയം അവതരിപ്പിച്ചു. ഞാൻ വരാം, ഞാൻ അവിടെ സംസാരിക്കാം എന്ന് ഏൽക്കുകയും ബഹുമാനപ്പെട്ടവർ വരികയും ശത്രുക്കൾക്കൊക്കെ ആ വിവരം അറിയിക്കുകയും കേരളത്തിലുള്ള തലയെടുപ്പുള്ള പ്രഗത്ഭരായ എല്ലാ പാതിരിമാരും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്ത രംഗം ചരിത്രം മറന്നിട്ടില്ലല്ലോ. ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ വിവരിക്കുകയാണ്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നു, മൈക്കിന്റെ മുന്നിൽ നിൽക്കുന്ന ശൈഖുന കസാരയിൽ ചെന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സന്തോഷിച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടു, തടിയെടുക്കാൻ കഴിയും. ആർക്കതിന് കഴിയ? പക്ഷേ ഏതാ നിമിഷങ്ങൾ നീറ്റ് മൈക്കിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലയിൽ ഇടുത്തി പോലെ വീണ ഒരു വാക്കാണ് പറഞ്ഞത്, എവിടെ നിന്റെ ശവം കൊണ്ടുവാ, ഞാൻ ഹയാത്താക്കാം. ഇത് പറഞ്ഞാൽ ഇതിന്റെ മുന്നിൽ ആർക്കാണ് ഈ സംശയം? ഈ പ്രസ്ഥാനം സത്യത്തിന്റേതല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? ഇത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവരെ സംബന്ധിച്ചാണ് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഇവരാണ് ശആയിർ. ഈ ശആയിറിനെ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കി തരാൻ അള്ളാഹുവിന്റെ ഖുദ്റത്ത് നേരിട്ട് വെളിവാകുന്ന അള്ളാഹുവിന്റെ മഹത്തുക്കളായ അള്ളാഹുവിന്റെ
ആ പ്രതാപവും ആയാത്തുകളും നേരിട്ട് വെളിവാകുന്ന അള്ളാഹുവിന്റെ ആയാത്തുകളാകുന്ന ദൃഷ്ടാന്തങ്ങളാകുന്ന ഖുലഫാ ആ ശആഇറിനെ ബഹുമാനിച്ചെങ്കിലേ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ എന്ന് അള്ളാഹു അടിവരയിട്ട് നമ്മെ പഠിപ്പിച്ചു. അതാണ് വിഷയം. ഇവിടെയാണ് സമസ്തയുടെ മസിയ്യത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയാത്ത് ബയ്യിനാത്തുകൾ വെളിവാക്കുമ്പോൾ ഈ വെളിവാക്കുന്ന അവരിലൂടെയാണല്ലോ ഇത് വെളിവാകുന്നത്. അതുകൊണ്ട് തൗഹീദ് പൂർണ്ണമാവണമെങ്കിൽ, തഖ്വ പൂർണ്ണമാവണമെങ്കിൽ, അത് യഥാർത്ഥമാവണമെങ്കിൽ അല്ലാഹു അതിനൊരു നിബന്ധന നിശ്ചയിച്ചു. അതാണ് വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇതിനെ അവഗണിച്ചുകൊണ്ടൊരു തൗഹീദില്ല, ഇതിനെ അവഗണിച്ചുകൊണ്ടൊരു തഖ്വയില്ല. വമൻ യുഅള്ളിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങളെ ആരൊരുത്തൻ ബഹുമാനിക്കുന്നുവോ, ആദരിക്കുന്നുവോ, അത് ഹൃദയത്തിൽ തഖ്വയിൽ നിന്ന്, ഹൃദയത്തിന്റെ തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ അസ്ലാണെങ്കിൽ നാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ അള്ളാനെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹാണ്. റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. ഈ മോതിരത്തിൽ ഉണ്ടായിരുന്ന അതിന്റെ സീല് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നായിരുന്നു. മുഹമ്മദ് അടിയിൽ, അതിന്റെ മുകളിൽ റസൂൽ, അതിന്റെ മുകളിൽ അള്ളാഹ്. മഖ്ലൂഖിൽ നിന്ന് ഖാലിഖായ റബ്ബിലേക്കുള്ള മാധ്യമമാണ് അള്ളാഹുവിന്റെ റസൂൽ. അതിനുശേഷം അവരെ പിൻപറ്റിയ ഉറതാവും. ആ ശആഇറിനെ അംഗീകരിക്കുകയും അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈമാനില്ല, തഖ്വയില്ലെന്ന് ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. തങ്ങളിലേക്കും തങ്ങളുടെ മുൻഗാമികളിലേക്കും വഹി അറിയിച്ചു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തങ്ങളിലേക്കും തങ്ങളുടെ മുൻഗാമികളിലേക്കും നാം വഹി നൽകിയിട്ടുണ്ട്. എന്താണ് വഹി? ഒരൽപ്പം ശിർക്ക് വന്നാൽ ലയഹ്ബതന്ന അമലുക, അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും, അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ഇതേ ആശയം ഈ വിധത്തിൽ ഒരൽപ്പം പോലും ശിർക്ക് വന്നു പോകരുത്. അള്ളാഹുവിന്റെ കഴിവിൽ പങ്കുചേർക്കരുത്, അള്ളാഹുവിനോടുള്ള ആരാധനയിൽ പങ്കുചേർക്കരുത്. അത് അല്പമെങ്കിലും സംഭവിച്ചാൽ, അള്ളാഹുവിന് തുല്യമായി മറ്റൊരു ഇലാഹിനെ വെച്ചാൽ, അങ്ങനെ സങ്കല്പിച്ചാൽ അമല് മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന അതേ രൂപത്തിൽ ഈ തൗഹീദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന, നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്ന, അള്ളാഹുവിന്റെ മഅരിഫത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ അള്ളാഹുവിന്റെ ശആഇറുകൾ, അള്ളാഹുവിന്റെ ഖുലഫാ, അള്ളാഹുവിന്റെ ഈ ലോകത്തെ പ്രതിനിധികൾ, അള്ളാഹുവിന്റെ ഈ ലോകത്തെ അടയാളങ്ങൾ, അള്ളാഹുവിന്റെ ആയാത്തുകൾ, അള്ളാഹുവിന്റെ ബയ്യിനാത്തുകൾ, അള്ളാഹുവിന്റെ കലിമാത്തുകൾ എന്നൊക്കെ പറയാം. ഈ മഹത്തുക്കളുടെ മുന്നിൽ നിങ്ങൾ അദബുകേട് കാണിച്ചാൽ, അവരുടെ മുന്നിൽ അവരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പോലുമോ നിങ്ങൾ ശബ്ദമുയർത്തി പോകരുത്, അദബുകേട് വന്നു പോകരുത്. അള്ളാഹുവിന്റെ ശിആറുകളാണ്, അള്ളാഹുവിന്റെ ശആഇറാണെന്ന ബോധത്തോടുകൂടെ, അച്ചടക്കത്തോടെ, ബഹുമാനത്തോടെ, അദബോടുകൂടെ അതിന് വേണ്ടുന്ന തഅലീം നൽകിക്കൊണ്ട് മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അൻതഹ്ബത അഅമാലുക്കും, ശിർക്ക് ചെയ്താൽ അമൽ പൊളിയുമെങ്കിൽ ഈ തൗഹീദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന, കാണിച്ചു തരുന്ന ശആഇറുകളോട് അപമര്യാദ കാണിച്ചാൽ അമൽ പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതാരാ ഉമ്മത്തിന് പഠിപ്പിച്ചത്? ആരാ ഇന്ന് പഠിപ്പിക്കുന്നത്? ആരെങ്കിലും ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ഈ ഒരു മഹത്തായ യാഥാർത്ഥ്യം, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പഠിച്ചാൽ പോരാ,
മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അർത്ഥവും അതിന്റെ പൊരുളും അതിന്റെ മുക്തലയാത്തുകളും അതിന്റെ ലവാസിമുകളും അതിനാൽ വന്നു തേരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. ഇത് രണ്ടും ഉമ്മത്തിന് പഠിപ്പിക്കണം. എങ്കിലേ ഈമാൻ നിലനിൽക്കൂ. ഈമാൻ പൊളിഞ്ഞിട്ട് കുറെ എന്തൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം? ഈമാൻ നിലനിൽക്കാതെ എന്തൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം? ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യം. ഇത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഒരുപാട് ആയത്തുകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നേരെ ഓപ്പോസിറ്റ്, നേരെ എതിർഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്നും പിന്മാറാം. ഇസ്രാ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വഇദ് ഹും നജ്വാ ഇദ് യഖൂലു الظാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മസ്ഹൂറായ സിഹർ ബാധിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ഉൻദുർ നബിയെ തങ്ങൾ നോക്കൂ, കൈഫ ളറബൂ ലക്കൽ അംസാൽ, തങ്ങൾക്ക് എന്തൊക്കെ മോശപ്പെട്ട ഉപമകളാ അവർ നൽകുന്നത്, വിവരിക്കുന്നത്. ഫളല്ലു, അതിന്റെ പേരിൽ അവർ പിഴച്ചുപോയി. ഫളല്ലു ബിദാലിക അനിൽ ഹുദാ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ആദ്യം തന്നെ പിഴച്ചത് കൊണ്ടല്ലേ ഇത് പറഞ്ഞത്, അല്ലേ? ആദ്യം തന്നെ പിഴച്ചവരല്ലേ ഇങ്ങനെ പറയുന്നത്? അതെ, ആദ്യത്തെ പിഴവ് ഹിദായത്തിന് സാധ്യതയുള്ള പിഴവായിരുന്നു. ഈ പിഴവ് അങ്ങനെയല്ല. ഫളല്ലു, അവർ പിഴച്ചുപോയി. ഫലാ യസ്തതീഊന സബീല, ഇനി രക്ഷയില്ല. മൻ ആദാലി വലിയൻ, എന്റെ ഒരു വലിയനെ ഒരാൾ ധിക്കരിച്ചാൽ, അവനെ വേദനിപ്പിച്ചാൽ, ഫഖദ് ബാറസനി ബിൽ മുഹാറബ, ഞാനും അവനും തമ്മിൽ യുദ്ധത്തിനാണ്, പിന്നെ ഹിദായത്തില്ല. അതാണ് പറഞ്ഞത്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തും ഈ നിലക്കുള്ള ഒരു പരമ്പര, ഒരു ജീവിത രീതിയാണ് ഇസ്ലാമിൽ നമുക്ക് കാണിച്ചു തന്നത്. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖർരിബുനാ ഇലൈക. പടച്ചവനെ, നിന്റെ മഹബ്ബത്ത് എനിക്ക് കൊണ്ടാ, നിന്റെ അഹ്ബാബിന്റെ മഹബ്ബത്തും എനിക്ക് കൊണ്ടുവാ, എനിക്ക് തരയണമേ റബ്ബേ. നിന്റെ മഹബ്ബത്ത് മാത്രം പോരാ, നിന്റെ ഈ ശആയിറിന്റെ ഈ ഖുലഫാഇന്റെ മഹബ്ബത്തും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് തരയണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചു. മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതം നമുക്ക് പരിശോധിച്ചാൽ അവർ എவ்விதത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടത്. ആ റസൂലിന്റെ സഹാബത്തിൽ ഉന്നതനായ സഹാബത്തിന് പിൻഗാമികളായ സഹാബത്ത് എത്ര ബഹുമാനത്തിലാ കണ്ടത്. റസൂലുള്ളാഹിയുടെ കുടുംബത്തോട് എത്ര വലിയ ബഹുമാനമാണ് അവർ നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നിനെയും എങ്ങനെയാണ് അവർ സ്നേഹിച്ചത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചരിത്രം നമുക്കറിയാം, അതുപോലെയുള്ളവരുടെ ഒക്കെ ചരിത്രം നമുക്കറിയാം. അതിനുശേഷം താബിഈങ്ങൾ, ബഹുമാനപ്പെട്ട മഹാന്മാരായ താബിഈങ്ങൾ പലരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനെ കാണുമ്പോൾ ആ കൈപിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയും, യദുൻ മസ്സത്ത് യദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് റസൂലുള്ളാഹിനെ പിടിക്കാൻ ഭാഗ്യം കിട്ടിയ കൈയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചുംബിക്കാറുണ്ടായി. ആ റസൂലിന്റെ സുന്നത്ത് ഇവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, അതുപോരാ, അതിന്റെ അപ്പുറം ഒന്ന് കിട്ടേണ്ടതുണ്ട്. ആ സുഹബത്ത് എന്തിനേറെ പറയുന്നു, ഒരുപാട് മഹത്തുക്കൾ. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ റുവാത്തിൽ സനദിൽ വരുന്ന മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്ന് പറയുന്ന മഹാൻ സഹീഹുൽ ബുഖാരിയുടെ റുവാത്തിൽപ്പെട്ടവരാണ്, ഹദീസ് റിപ്പോർട്ടർമാരിൽപ്പെട്ട ആളാണ്. ഫിഖത്താണ്, വിശ്വസനീയനാണ്, മഹാനാണ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ലോകം അംഗീകരിച്ച മഹാൻ. അദ്ദേഹത്തിന് ചിലപ്പോൾ ചെവിക്ക് അസുഖമുണ്ടാവാറുണ്ട്. ചെവി കേൾക്കാത്ത അവസ്ഥ വരും, വേഗം പോകും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ തല വെച്ച് കിടക്കും. ഇമാം ദഹബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നല്ല മഹാനായ ഇമാം ബുഖാരി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ലോകത്തിന്റെ നാനാഭാഗത്ത് പോയി പഠിച്ച് ഹദീസിലെ ഏറ്റവും വലിയ ഇമാമുൽ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ആയി ലോകം അംഗീകരിച്ച മഹാൻ അതൊന്ന് എഴുതാൻ വേണ്ടി, അതൊരു കിതാബായി ക്രോഡീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്നറിയോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? താൻ ലോകത്തിന്റെ നാനാഭാഗത്ത് ചുറ്റിക്കറങ്ങി ഒരുപാട് മശായിഖന്മാരുടെ അടുത്ത് പോയി പഠിച്ചുണ്ടാക്കി
ഉണ്ടാക്കിയ ഈ ഹദീസ് 6 ലക്ഷം ഹദീസിൽ നിന്ന് ഈ വരുന്ന 4000-ഓളം വരുന്ന ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ട് ഒരു കിതാബിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി മഹാനായ ഇമാം ബുഖാരി തങ്ങൾ മദീനയിൽ പോയി. മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ ചെന്നിരുന്നുകൊണ്ട് ആ ബറക്കത്തും ആ സുഹബത്തും ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ ഈ കിതാബ് ഉണ്ടാക്കിയത്. സന്നഫ്തുൽ അല്ലെങ്കിൽ സന്നഫ്തു താരീഖ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ആ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഈ തന്റെ താരീഖ് എന്ന് പറയുന്ന കിതാബ്, താരീഖുൽ ബുഖാരി എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ആ താരീഖ് സന്നഫ്തു താരീഖ, ഈ താരീഖിനെ ഞാൻ ക്രോഡീകരിച്ചത് എന്റെ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ലയാലി മുഖ്മിറ, ചന്ദ്രനുള്ള നിലാവുള്ള രാത്രികളിൽ അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലിരുന്നിട്ടാണ് ഞാൻ ഈ കിതാബ് ഉണ്ടാക്കിയത്. എന്താ അവിടെ പോയിരിക്കേണ്ട കാര്യം? എന്താണ് അവിടെ പോയിരിക്കേണ്ട കാര്യം? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി സമസ്ത പറയുന്ന ആദർശത്തിന്റെ ഉടമയായിരുന്നു. ഒന്നാമത്തെ തത്വമല്ല, രണ്ടാമത്തെ തത്വം ഉൾക്കൊണ്ട മഹാനായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ ഒരു കിതാബിന്റെ ഉടമയാണല്ലോ, ഹദീസിൽ വലിയൊരു കിതാബിന്റെ ഉടമയാണല്ലോ. ആ മഹാനായ ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ തന്റെ തഹ്ദീബിൽ പറയുന്നു, ബഹുമാനപ്പെട്ട അബൂ മൂസ മുഹമ്മദ് ഇബ്നു മുഅമ്മൽ എന്ന് തുടങ്ങി മുഹമ്മദ് ഇബ്നു മുഅമ്മൽ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയുകയാണ്, ഖറജ്ന മഅ ഇമാമി അഹ്ലുൽ ഹദീസ് അബീ ബക്കർ ഇബ്നു ഖുസൈമ. ഇമാമു അഹ്ലുൽ ഹദീസിന്റെ അക്കാലത്തെ പണ്ഡിതനായ ഇബ്നു ഖുസൈമയോട് കൂടെ അതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കൂടെ, നമ്മുടെ ഉസ്താദുമാരിൽ പ്രഗത്ഭരായ കുറെ ആളുകളോട് കൂടെ, ഇലാ സിയാറത്തി ഖബ്രി അലി ഇബ്നു മൂസ റിളാ എന്ന് പറയുന്ന അഹ്ലുൽ ബൈത്തിൽ പ്രധാനിയായ ആ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ തൂസിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ, അവിടെ അങ്ങോട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ, അവിടെ ചെന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം പറയുകയാണ്, ഫറഅയ്തു, ഞാൻ കണ്ടു മിൻ തഅളീമിഹി, ഈ ഇബ്നു ഖുസൈമ തങ്ങൾ ലിതിൽക്കൽ ബുഖഅ, ആ മണ്ണിനെ അലി ഇബ്നു മൂസ റിള കിടന്നുറങ്ങുന്ന, അവരന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ആ മണ്ണിനോട്, ആ രാജ്യത്തോട്, ആ നാടിനോടുള്ള ബഹുമാനം കാണിക്കുന്നത് ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള അവസ്ഥ ഞങ്ങൾ ഇബ്നു ഖുസൈമയിൽ നിന്ന് കണ്ടു. ഈ നിലക്കുള്ളൊരു പാരമ്പര്യം, ആ ശആഇറിനെ, ആ ഖുലഫായിനെ, അള്ളാഹുവിന്റെ തജല്ലി വെളിവാകുന്ന മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ദീനിന് സംരക്ഷണം നൽകുന്ന ആ ഒരു പാരമ്പര്യം, തൗഹീദിന്റെ അതിന്റെ കവചമാണ് ഈ ആദരവ്. അതാണ് വിഷയം. ചില ആളുകൾക്ക് ഇപ്പൊ നേരെ മറിച്ചാ തോന്നുന്നത്. ഈ തൗഹീദിന്റെ കവചമാണ് ഈ ആദരവ്. ഈ ആദരവ് കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു പാരമ്പര്യം ഇങ്ങനെ നടന്നു വന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. വഫീമാ ദക്കർനാ കിഫായ, ഇല്ലേ? ഈ പറഞ്ഞതിൽ കിഫായത്തില്ലേ? അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനായില്ലേ? ഈ നിലക്കുള്ളൊരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. മഹാന്മാരായ സഹാബത്തിന്റെ പാദസ്പർശനമേറ്റ ഭാഗ്യവാന്മാരായ നമ്മൾ ആ പുണ്യ കേരളത്തിൽ ജീവിക്കാൻ അതൊരു പുണ്യം തന്നെയാണ്. ആ മഹത്വം കിട്ടിയ ആ കേരളത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്കും ഈ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ മഹത്തുക്കളായ പൂർവികർ, ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്ന സഹാബത്തിന്റെ കാലം മുതൽ അതിനുശേഷം കേരളത്തിൽ വന്ന മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ആരിഫ്യങ്ങളും അവരൊരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ മുന്നിൽ ഈ നിലക്കുള്ള തജല്ലിയാത്തവരിലൂടെ കണ്ടവരാണ് നമ്മുടെ പൂർവികരൊക്കെ. അങ്ങനെ കണ്ടു, അവരോടുള്ള ബഹുമാനം കാത്തുസൂക്ഷിച്ചു. അത് ഈമാനിന്റെ ഒരു കവചമായി, സംരക്ഷണ കവചമായി നിലനിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1920കളിൽ ഇതിനെയൊക്കെ
തകിടം മറിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചരിത്രം നിങ്ങൾക്കറിയാം ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിനെ ശിർക്കായി മുദ്ര കുത്തുന്ന വിധത്തിൽ സമൂഹത്തിന്റെ ഈമാൻ നശിപ്പിക്കാൻ നേരിട്ട് കഴിയുകയില്ലെങ്കിൽ അതിനുള്ള മാർഗം, ആ ഈമാനിനുള്ള കവചം, അതിനുള്ള സംരക്ഷണം എന്തോ അതങ്ങോട്ട് നീക്കിയാൽ പിന്നെ സ്വയം ഈമാനാണ്ട് തകർന്നു പോയിക്കൊള്ളും. അത് മനസ്സിലാക്കിയ സിയോണിസ്റ്റ് ഏജന്റുകളുടെ ആ പാഠം പഠിച്ചുകൊണ്ട് അവരുടെ ബോധനം സ്വീകരിച്ചുകൊണ്ട് ഇതിനൊക്കെ തകർക്കാൻ വേണ്ടി രംഗത്ത് വന്നു. ലോകത്തിന്റെ പല ഭാഗത്തും അതുണ്ടായി. അതിന്റെ ഭാഗമായി കേരളത്തിലുമുണ്ടായി. ഈ സന്ദർഭത്തിൽ കയ്യും കെട്ടി നിന്നാൽ പറ്റില്ല. ഈ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ഉമ്മത്തിന്റെ അന്തസ്സ് സൂക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ ഈമാൻ സംരക്ഷിക്കാനുള്ള വേലി തകർക്കാൻ അനുവദിച്ചുകൂടാ. ഈമാൻ നേരിട്ട് തകർക്കാൻ എളുപ്പമല്ല. അതിനാ വേലി പൊളിക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയ ശത്രുവിന്റെ, ഈ ഇസ്ലാമിന്റെ ശത്രുവിന്റെ ഈ കുതന്ത്രം മനസ്സിലാക്കിയ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളായ സാദാതീങ്ങളും ആരിഫീങ്ങളുമായ ഔലിയാക്കൾ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് തുടങ്ങിയുള്ള മഹത്തുക്കൾ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയുള്ള മഹത്തുക്കളായ ദീർഘവീക്ഷണമുള്ള മഹത്തുക്കൾ അവരൊരുമിച്ച് കൂടുകയും നമ്മുടെയൊക്കെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ തഖ്വയുടെ സംരക്ഷണത്തിന് വേണ്ടി ആ കവചം ഇവിടെ നിലനിർത്തിയേ പറ്റൂ, അതിനു വേണ്ടി അവർ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി പാടുപെട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇന്നും നമ്മുടെ ഈമാനിന് കേടില്ലാതെ അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതിനുവേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. ഏതെല്ലാം വിധത്തിൽ വന്നു. ഒരുപാട് മഹാന്മാരുണ്ട്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്വന്തം ചെലവിൽ മൈക്ക് കെട്ടി ഓരോ കവലകളിലും നടങ്ങി, തന്റെ കാറിന്റെ മുകളിൽ മൈക്ക് കെട്ടി കവലകളിൽ നടന്ന് പ്രസംഗിച്ചു. അതുപോലെ ഇ കെ ഹസൻ മുസ്ലിയാർ, ഒരുപാട് മഹത്തുക്കൾ, എല്ലാവരുടെയും പേരൊന്നും നമുക്ക് അറിയുകയുമില്ല. എല്ലാം കൂടി അറിയുന്നത് തന്നെ പറയാനും ഇവിടെ സമയമില്ല. ഒരുപാട് മഹാന്മാർ, കോട്ടുമല ഉസ്താദ്, അതുപോലെ ഒരു കാലത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന സദഖത്തുള്ള മുസ്ലിയാർ, അതുപോലെ പല മഹാന്മാരും കഴിഞ്ഞുപോയി. കെ കെ അബൂബക്കർ ഹസ്രത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തോട് ഒന്നുകൂടെ ചേർത്ത് നിങ്ങൾ ആലോചിക്കുക. വളാഞ്ചേരി മർക്കസിൽ പഠിച്ച പല വിദ്യാർത്ഥികളും എന്നോട്, ആ കാലഘട്ടത്തിൽ പഠിച്ച ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളാഞ്ചേരി മർക്കസ് നിലനിൽക്കുന്നത് ഒരു ഉയർന്ന പ്രദേശത്താണ്. വെള്ളമില്ലാതെ, മഴയില്ലാതെ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. പെട്ടെന്ന് അവിടെ വെള്ളമില്ലാതെയാവും. ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ ഹസ്രത്ത് പട്ടിക്കാട് ജാമിയയിൽ പ്രിൻസിപ്പാളാണ്, അതോടൊപ്പം ഇതിന്റെ സെക്രട്ടറിയുമാണ്. കോളേജിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ വരും, എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാ പോവുക. ഒരനുഭവമല്ല, പല അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ മഴയില്ലാത്ത സമയത്ത് മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് പറയും, അസർസ്കരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂട്ടിയിരുന്നത് ആർക്കും, ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഹോസ്റ്റലിലേക്ക് എത്തുന്നതിന് മുന്നേ മഴ പെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനത്തെ പല അനുഭവമൊന്നുമില്ല. ആ നിലക്കുള്ള മഹത്തുക്കളായ ആളുകൾ, ഒരുപാട് മഹാന്മാർ നേതൃത്വം നൽകിയ ഈ മഹത്തായ പ്രസ്ഥാനം നാം ചിന്തിക്കണം, അതിനോടുള്ള കടപ്പാട് എത്ര വലുതാണ്. ഇവിടെ വരുന്ന പല പുത്തൻ പ്രസ്ഥാനക്കാരെയും കണ്ടാൽ ചിലപ്പോൾ നമുക്ക് പുത്തനാണെന്ന് തോന്നില്ല, ഒറിജിനൽ പഴയതാണെന്ന് തോന്നും, അല്ലേ? പല പുതിയതും കാണുമ്പോൾ പഴയതാന്ന് തോന്നും. തബ്ലീഗ് ജമാഅത്തിനെ കണ്ടാൽ നമ്മളും കാട്ടിയൊക്കെ ഉഷാറാൻ തോന്നും ചിലപ്പോ. ആശയപരമായി അവിടെ കുഴപ്പമുണ്ട്, ഈമാനിനെ നശിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. ചിലപ്പോൾ തരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലി മനുഷ്യന്മാർക്ക് ആഗ്രഹമുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും പലരും പെട്ടുപോകും. നൂരിഷ വന്നു, അതുപോലെ പല ശംസിയ വന്നു, ഏതെല്ലാം തരീഖത്തുകൾ വന്നു. കണ്ടാൽ നല്ല തലേക്കെട്ടുണ്ട് ഷെയ്ഖിന്, വലിയ ഒല്ലിയുണ്ട്, വലിയ ജുബ്ബയുണ്ട്, വലിയ വലിയ ഹഖായിഖുകളൊക്കെ പറയുന്നുണ്ട്, സിക്റിന്റെ സദസ്സുണ്ട്, പലതുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവ്വൽ ആഖിർ അല്ലാഹ്, ളാഹിർ ബാത്തിൻ അല്ലാഹ് എന്ന് തുടങ്ങി മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത ഒരുപാട് വികൃതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നൂർഷിയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ സാധാരണക്കാരന് സാധ്യമല്ല. അത് പോയി പരിശോധിച്ചു. അതിനെ തൊട്ട് ഉമ്മത്തിന് താക്കീത് നൽകി, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ആലുവക്കാരൻ വന്നു.
അയാള് ഷെയ്ഖാണ് കുത്തുബാണെന്ന് പലതും പറഞ്ഞു നോക്കി. ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞിരിക്കണ ഏകദേശം എന്താന്ന് മൂപ്പരനെ വിളിച്ച് പറയുന്നത്, നമ്മൾ വലിയ ചെയ്ത്താനല്ലേന്ന് മൂപ്പരനെ പറയലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പറയേണ്ടതില്ല. പക്ഷെ ആദ്യകാലത്ത് അതറിയില്ല. അങ്ങനെ വരുമ്പോൾ അത് പരിശോധിക്കണം. പരിശോധിച്ച് അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് താക്കീത് നൽകി. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈമാനിനെ പേപ്പിക്കുന്ന അടിസ്ഥാനപരമായി നമ്മുടെ ഈ രണ്ട് തത്വങ്ങൾക്ക്, ഈ രണ്ട് അടിസ്ഥാന ശിലകൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഈ രണ്ട് അടിസ്ഥാന ശിലകൾ, അതിന്റെ ഉസൂലുകൾ, അതിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ ശാഖകൾ, ശാഖോപശാഖകൾ, ഇതിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടുന്ന എന്ത് പ്രസ്ഥാനങ്ങൾ വന്നാലും മുഖം നോക്കാതെ, സമസ്തക്ക് എന്ത് നഷ്ടം വരുമെന്നത് പ്രശ്നമാക്കാതെ, മുഖം നോക്കാതെ അതിനെയെല്ലാം എടുത്തേണ്ടടുത്ത് ഇരുത്തി ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ചു. ഇത് ചെറിയ സംഗതിയാ? ഇത് ചെയ്യാൻ ആർക്കാ ഇവിടെ കഴിഞ്ഞത്? ഈ ആശയം ഉൾക്കൊള്ളുന്നവർ പലരും ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ആശയത്തെ ജനങ്ങളിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് ഈ പ്രസ്ഥാനത്തിനാണ്. ഈ ആശയം, പക്ഷേ ഈ ആശയം ഇവിടെ പറയുമ്പോഴും ഇത് ആദർശമാണ്. ഈ ആദർശം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഈ ആശയത്തെ ചിലപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ വീറോടെ നാം സുന്നി എന്ന് പറയുമ്പോൾ സുസുന്നി എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അവരത് കച്ചവടമായിരുന്നു. ആ ആദർശത്തിന് വിശുദ്ധിയില്ലായിരുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങളോടുള്ള ബഹുമാനം അതിനെ കച്ചവടമാക്കി. നമ്മൾ അനുവദിച്ചില്ല. ഈ സമസ്തയെ സംബന്ധിച്ച് സമസ്ത ഏതെങ്കിലും ഒരു ആദർശത്തെ കച്ചവടമാക്കിയത് പറയാൻ, എടുത്തു കാണിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുമോ? എങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ നിന്നൊക്കെ കൊട്ടയിൽ നിന്ന് കുറെ രോമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് റസൂലുള്ളാഹിയുടേതാണെന്ന് പറഞ്ഞ് സകല കവലകളിലും നടന്ന് പലതും നടത്തി 40 കോടിയുടെ പള്ളിയുണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്റെതല്ല എത്രയോ കോടികൾ പിരിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നവർക്ക് ആദർശം പറയുന്നുണ്ടായിരിക്കാം പണ്ടൊക്കെ. പക്ഷേ വിശുദ്ധിയില്ല. ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന് ചങ്കൂറ്റത്തോടുകൂടെ പറയാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കൂ. അതെ, മഹാന്മാരായ ആലിമീങ്ങൾ, അയിമ്മത്ത്, അവരെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത്, അവരെ സ്നേഹിക്കേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്. അവരോടുള്ള സ്നേഹം റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണ്. ഇത് നമ്മൾ പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്ന് പറയുന്ന ലോകം കണ്ടിട്ടില്ലാത്ത, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകം കണ്ടിട്ടില്ലാത്ത അതുല്യ പ്രതിഭ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുജൻ ഈ കെ ഹസൻ മുസ്ലിയാർ വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ തനിക്ക് ജ്യേഷ്ഠൻ എന്ന വിധത്തിൽ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു തങ്ങളെ മുന്നിൽ നിർത്തി നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ ഇവന്മാരോ തങ്ങന്മാരെ മദ്ഹ് പറയും. പക്ഷേ തങ്ങൾ മരിച്ചോർത്ത് ഇവൻ കയറിക്കൂടാൻ നോക്കും. എന്നിട്ട് തെക്ബീറൊക്കെ പഴിച്ച കഥ നമുക്കറിയാലോ. ഇതാണോ സ്നേഹം? ഈ സ്നേഹത്തിന് ഞങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഒരുക്കമല്ല. ഞങ്ങൾ സ്നേഹിക്കും, പക്ഷെ ചൂഷണം ചെയ്യാൻ അനുവദിക്കുകയില്ല. അതാണ് ആദർശ വിശുദ്ധി. ആദർശം പൂർണ്ണമായി ഞങ്ങൾ ഉദ്ഘോഷിക്കുമ്പോൾ അത് വെച്ച് കച്ചവടം നടത്താൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതാണ് സമസ്ത. എന്നാൽ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം, സമുദായത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായതൊക്കെ ഒരു വശത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടിസ്ഥാന ശിലകൾക്ക് കേടുവരാതെ സൂക്ഷിക്കുന്നു. അത് പിഞ്ചുമക്കൾക്ക് പഠിപ്പിക്കാൻ മദ്രസക്ക് ആവശ്യമായ സിലബസ് നാം ഉണ്ടാക്കുന്നു, SYS ഉണ്ടാക്കുന്നു, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടാക്കുന്നു. അവരൊക്കെ അതൊക്കെ ശ്രമിക്കുന്നു, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഭൗതികമായ സ്ഥാപനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സഹായത്തോടുകൂടെ കലക്ടറായ ഒരു വ്യക്തിക്ക് ഇന്ന് ഇന്ത്യൻ സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു. ഏറ്റവും നല്ല കലക്ടറായി അംഗീകരിക്കപ്പെട്ടു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നു. ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ നമ്മുടെ ഇതിന് അടിത്തറപാകിയ മഹത്തുക്കളുടെ ബറക്കത്തെന്ന് എന്ന് പറയട്ടെ, അല്ലാതെ ഒന്നും ഞാൻ എനിക്ക് പിടികിട്ടുന്നില്ല. ഏകദേശം 10-15 വർഷം മുമ്പ്, അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് നമ്മുടെ സാധുക്കളായ പാവങ്ങളായ മിസ്കീന്മാരായ നമ്മുടെ ഉസ്താദ്മാർക്ക് അല്ലാഹു തോന്നിപ്പിച്ചു, ഇനി ഇങ്ങനെ പോയാൽ പോരാ, ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ മാത്രം പോരാ, ഇവിടെ ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും സമന്വയിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം. ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ ഗൾഫിൽ വന്നതുകൊണ്ട് കിട്ടിയ പാഠമൊന്നുമല്ല, അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ ഗൾഫിലൊന്നും വന്നിട്ടില്ല, അങ്ങനെ നടന്നവരുമല്ല. അതുപോലെയുള്ള സാധുക്കളായ പണ്ഡിതന്മാർക്ക് അള്ളാഹു തോന്നിപ്പിച്ചു. അതാ മുമ്പ് തന്നെ കടമേരിയിൽ ആ പരീക്ഷണം നടത്തി ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാർ. പിന്നീട് അതിന്റെ വികസിത രൂപം ദാറുൽ ഹുദയിൽ നടപ്പിലാക്കി. ഇന്ന് ലോകത്ത് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്ന ദാറുൽ ഹുദയോളം അതിന്റെ ഒരു അയലത്ത് വന്ന് നിൽക്കാൻ ഇവിടെ നവോത്ഥാനം വാദിക്കുന്നവർക്ക്, അവകാശപ്പെടുന്നവർക്ക് സാധ്യമായിട്ടില്ലെന്ന് അവർ തന്നെ കുമ്പസരിക്കുന്ന കാലഘട്ടമാണിത്. അടുത്തിടെ ഒരാൾ എഴുതി, ഞങ്ങളെ കുട്ടികളെ അവിടെ ചേർക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. ഇത് അവർക്ക് എന്തായിരുന്നു പണി? ലോകത്ത് നടന്ന സുന്നത്ത് ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെട്ട് കിട്ടാവുന്ന പണം മുഴുവനും കോരി സിയോണിസ്റ്റുകളെക്കൊന്ന് കിട്ടുന്ന പണം വാങ്ങി ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് പള്ളി വേണ്ടാത്തയിടത്ത് പള്ളി ഉണ്ടാക്കി, മദ്രസ വേണ്ടാത്തയിടത്ത് മദ്രസ ഉണ്ടാക്കി, ഭിന്നിപ്പിച്ച് നടക്കുന്ന ഇവന്മാർക്ക് നിങ്ങളെ ഓശാന പാടുന്ന ചില സ്വപ്നരോഗികളെ ഉണ്ടാക്കാനല്ലാതെ ഈ സമുദായത്തിന് ആവശ്യമായത് ചെയ്യാൻ എന്തിനു കഴിഞ്ഞു? നിങ്ങൾക്ക് എന്ത് സാധിച്ചു? ഞങ്ങളുടെ ഉസ്താദുമാർക്ക് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തോന്നിപ്പിച്ചതാണ്. അതാണ് ആവശ്യമായത് അള്ളാഹു തോന്നിപ്പിക്കുക. അതാണ് തൗഫീഖ് എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെയും വികസിത രൂപം അതാ വാഫിയായും മറ്റുമൊക്കെ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനിത് ആരെയും വിമർശിക്കാൻ പറഞ്ഞതല്ല, ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണിത്. ഞാൻ വിശ്വസിക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തത് ഞാൻ പറയില്ല. ഈ വിധത്തിൽ സമസ്ത അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തുടരുന്നതിന്റെ ഇടയിലാണ് ശരീഅത്ത് വിവാദം വന്നു. ശരീഅത്ത് വിവാദം വന്നപ്പോൾ, അഥവാ ഇന്ത്യയിലെ സമയത്തിലെ എത്ര മണിക്ക് കഴിഞ്ഞ ശരീഅത്ത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരീഅത്ത് വിവാദം വന്നപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ശുപാർശ വരികയാണ്. ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ചിന്തിക്കണമെന്ന്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ രാഷ്ട്രീയക്കാർ അത് എടുത്തുപിടിച്ചു. സംഭവം സുദീർഘമാണ്, വിശദമായി ഞാൻ പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ അത് പറ്റില്ല. മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഇന്ന് നിലനിൽവിലുള്ള പരിമിതമായ ചില അംഗീകാരങ്ങൾ നമുക്കുണ്ട്. അതിനെ നിലനിർത്തുക തന്നെ വേണം, മാറ്റം വരുത്താൻ പറ്റില്ല. ഇത് ആദ്യം നമ്മെ ബോധിപ്പിക്കണം, നമ്മുടെ ഉമ്മത്തിനെ ബോധിപ്പിക്കണം. ഇവിടെയാണ് മുസ്ലിങ്ങൾ ഉള്ളതെന്ന് ഗവൺമെന്റിനെ ബോധിപ്പിക്കണം. ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സന്ദർഭത്തിൽ പലരും പല കോണുകളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വെറും ഒരു സ്റ്റേറ്റാണ്. അങ്ങകലെ കിടക്കുന്ന ഇസ്ലാമിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. എന്നാൽ ഇന്ത്യ ഒട്ടുക്കുമുള്ള മുസ്ലിങ്ങളെ ഇതിന്റെ പേരിൽ ബോധവൽക്കരിക്കുവാനും അവരൊക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും വേണ്ടി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെയുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദവിയായിരുന്നു, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, അതിന്റെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേഠ്, ബഹുമാനപ്പെട്ട ബനാത്തുവാല, ജഡ്ഡാർ അൻസാരി കോൺഗ്രസിന്റെ, തുടങ്ങി ഷഹാബുദ്ദീൻ MP ജനതാദളിന്റെ, ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു പ്രസ്ഥാനം. അതിനു വേണ്ടി എന്താണ് പറയുന്നത്? ഇന്ന് നിലവിലുള്ള ഈ നമ്മുടെ സിവിൽ കോഡ് നിലനിർത്തണം, അതിൽ കൈകടത്തരുത് എന്നാണ്.
ഇത് ലോകത്തിന് ഗവൺമെന്റിന് പറയുന്നതോടൊപ്പം നമ്മുടെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തണം. ഇതിനു വേണ്ടി വടക്കേന്ത്യയിലും മറ്റുമൊക്കെ അവർ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിക്കുവാനും കേരളത്തിലുള്ള ജനങ്ങളും ഇതാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുവാനും അവർ കേരളത്തിൽ വരുന്നു. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ആധികാരിക മതസംഘടന എന്ന് നമുക്കെല്ലാവർക്കും ഒരു സംശയവുമില്ലാത്ത, അക്കാലഘട്ടത്തിൽ ഭിന്നിച്ചിട്ടുമില്ല, ആ സംഘടന പുറംതിരിഞ്ഞു നിൽക്കുകയാണോ വേണ്ടത്? ഒരൽപ്പം നിഷ്പക്ഷതയോടുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കൂടുതൽ ബുദ്ധിയൊന്നും അതിന് വേണ്ട. ഞാൻ മനസ്സിലാക്കുന്നു അന്ന് സമസ്തയുടെ മേൽ ഫർദ് ഐനാണ് അതിന് പിന്തുണ കൊടുക്കൽ. ശരീഅത്ത് നിലനിന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. ഈ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് ഒരു നിയമം ഇന്ത്യയിൽ വന്നാൽ പ്രശ്നങ്ങൾ പലതുണ്ടാവും. നിയമമായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ജീവിതത്തിന്റെ നിയമം എന്തായി മാറും? ഈ ഘട്ടത്തിൽ അവരിവിടെ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പലതും മറന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ മേൽ അന്ന് നിർബന്ധമായിരുന്നു. അദ്ദേഹം ആ ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു. നമ്മൾ സമസ്തയെ പറയുമ്പോൾ ശംസുൽ ഉലമയെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ പറയും. കാരണം 40 വർഷം അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് കുറെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവർ അതിന് പിന്തുണ കൊടുത്തു. ആ പിന്തുണ കൊടുത്തു. പല യോഗങ്ങളിലും ഒരു പ്രസംഗിച്ചു. ഇതോടുകൂടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇത് വസ്തുതയാണ്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ജനറൽ സെക്രട്ടറിയുടെ സുന്നിസം ചോർന്നുപോയി, മുജാഹിദീങ്ങളുടെ കൂടെ ഇരുന്നു പോയി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഇത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന വിഷയമാണ്. അതിലെല്ലാവരുമുണ്ട്. അത് സമസ്തയുടെ നിയമാവലിയിൽ എഴുതി ചേർത്തിട്ടുള്ളതുമാണ്. ഏതൊരു ബുദ്ധിയുള്ളവനും ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഒരു പാമ്പ് കടിക്കാൻ വരുമ്പോ, ഒരു പാമ്പ് മനുഷ്യന്മാരെ ആക്രമിക്കാൻ വരുമ്പോ ആ പാമ്പിനെ കൊല്ലാൻ പോകുന്നവൻ ഈ മുജാഹിദ് എന്നാ ഈ വെട്ടണ്ടെന്നറിയോ? ഇവര് ഈ അടിക്കണ്ട അറിയോ? ഒരു സുന്നി വരട്ടെ എന്നിട്ട് കിട്ടിയാൽ മതി എന്ന് പറയോ? ആദ്യം പാമ്പിനെ കൊല്ലുക, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ഇനി പാമ്പിനെ കബറടക്കുമ്പോ തെൽക്കും ചെല്ലണ ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കുക. അപ്പൊ അതല്ലേ ചെയ്യേണ്ടത്. അതവിടെ നിർവഹിച്ചു. ഇതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നാട് നീളെ നടന്ന് ഈ മഹാനായ ചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് സേവനങ്ങൾ ഈ ഉമ്മത്തിന് ചെയ്ത ആ മഹാപണ്ഡിതനെ സമുദായ മധ്യത്തിൽ ധിക്കരിക്കാൻ തുടങ്ങി. മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം ഒരു മുഷാവറ കൂടി. ആ മുഷാവറയിൽ ആരോ എണീറ്റ് നിന്ന് ഈ വിഷയം ചോദിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന ശ്വാസം മുട്ടുള്ള സന്ദർഭമാണ്. ഒരു കൈയിൽ വടിയും മറ്റേ കൈ ഇങ്ങനെ മേശയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വളരെ വിഷമിച്ചു നിന്നുകൊണ്ട് അരമണിക്കൂർ നേരം നിന്ന് അതിങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തു അതിന്റെ സാഹചര്യം. ആദ്യം തന്നെ മുപ്പര് അങ്ങനെ നിങ്ങൾ ചോദിച്ചെങ്കിലല്ലേ പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്ന, പിന്നീട് ഈ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളായിരുന്നു അധ്യക്ഷൻ. ആ അധ്യക്ഷതയിൽ ഈ യോഗം ഈ സംഗതി വിശദീകരിച്ചു. സമസ്ത മുഷാവറ ശരിവച്ചു. ശരീഅത്ത് വിവാദ വിഷയത്തിൽ ജനറൽ സെക്രട്ടറി എടുത്ത നിലപാടിനെ മുഷാവറ ശരിവെച്ചുകൊണ്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഒപ്പിട്ടു ഈ അധ്യക്ഷൻ. ഇനി ആ വിഷയത്തിൽ ആരും ഷെയ്ഖുനായ വിമർശിക്കരുത് എന്ന് റൂളിംഗും കൊടുത്തു. പക്ഷെ പുറത്തിറങ്ങി പിന്നെയും ആ കൗമാതായി നടന്നു. അങ്ങനെ ചേരിതിരിവ് തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. വ്യക്തമായ ചേരിതിരിവുണ്ടായി. പല പ്രശ്നങ്ങളുണ്ടായി. അവസാനം മറുപക്ഷം സ്വന്തമായി എറണാകുളത്തൊരു സമ്മേളനം നിശ്ചയിച്ചു. സ്വാഭാവികമായും ഇപ്പുറത്തുള്ള ആളുകളും ഉണർന്നു. ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇപ്പുറത്ത് മറ്റൊരു സമ്മേളനം നിശ്ചയിച്ചു. 2 സമ്മേളനങ്ങൾ സുന്നികളുടെ പേരിൽ നടക്കുന്നു. ഇത് അപകടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെയോ മറ്റോ യോഗത്തിൽ എല്ലാവരും അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ആ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന എല്ലാവരുടെയും ഉസ്താദാണല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അതിനൊരു തീരുമാനം പറയുക, അത് നമ്മളൊക്കെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്രേ, ഉപരെന്തോ മനസ്സിലാക്കിയിട്ടായിരിക്കാം.
ആ വിഷയത്തിൽ എന്നെ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ, നിങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തോളൂ, ഞാനത് അംഗീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പറ്റില്ല, വേറെ ആര് പറയാനാ, അതുകൊണ്ട് ശൈഖുന പറയണം എന്ന് നിർബന്ധിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ അവസാനം പറഞ്ഞത്രേ, ഞാനൊരു തീരുമാനം പറഞ്ഞാൽ നിങ്ങളൊക്കെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ശൈഖുന ഒരു തീരുമാനം പറഞ്ഞാൽ അത് സ്വീകരിക്കാത്തവൻ പുറത്ത് എന്ന് പറയുന്നത് മറുപക്ഷത്തുള്ള ആളുകളാണ്. എന്നാ ഞാൻ പറയാ, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന വിധത്തിൽ 2 സമ്മേളനം നമ്മൾ നിർത്തിവെക്കുക, 3ാമതൊരു സമ്മേളനം നടത്താണ്. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക, 2 ചേരിയാവരുത്. നമ്മൾ ഒരുമിച്ചൊരു സ്വാഗത സംഘം ഉണ്ടാക്കുക. അങ്ങനെ ആ സ്വാഗത സംഘം രൂപീകരിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പറയപ്പെട്ട നേതാക്കൾ അടങ്ങുന്ന 7 ആളുകളും 2 ഭാഗത്ത് നിന്ന് 7 ആളുകളെ തെരഞ്ഞെടുത്തു. വിശാലമായ സ്വാഗത സംഘം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡേറ്റ് നിശ്ചയിച്ചു. ആ ഡേറ്റ് നിശ്ചയിച്ച് അതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശൈഖുനയാവുക എന്ന് തീരുമാനിച്ചു. അതിന് ഈ ഭാഗത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട ശൈഖുന എത്തി, ബഹുമാനപ്പെട്ട മാനു മുസ്ലിയരും അതുപോലെയുള്ള ആളുകളൊക്കെ എത്തി. ബഹുമാനപ്പെട്ട മറുപക്ഷത്തു നിന്ന് ഈ പറയപ്പെട്ട നേതാക്കൾ ആരും വരാതെ അവരുടെ താഴേക്കിടയിലുള്ള ആളുകൾ വന്നു. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്ന് മാത്രമല്ല, താഴ്ഭാഗത്ത് കോഴിക്കോടുള്ള യൂണിയന്മാരും മറ്റും സൈക്കിളിന്റെ ചെയിനും മറ്റുമായി വന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു ശൈഖുനാക്കെതിരിൽ, ഈ മഹാനായ മനുഷ്യനെതിരിൽ. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആ യോഗം നടക്കുന്ന മുകളിലെ റൂമിലാണ് യോഗം നടക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വരാൻ കഴിയാതെ അന്നത്തെ മന്ത്രിമാർക്ക് വിളിച്ചുകൊണ്ട്, അന്ന് UDF ഭരിക്കുന്ന കാലഘട്ടമാണ്, അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വിളിച്ചിട്ട് അവരാരോ വിളിച്ച് പോലീസ് വന്ന് പോലീസിന്റെ അകമ്പടിയോടുകൂടെ ഈ മഹത്തുക്കളായ ഉലമാക്കൾക്ക് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വേദനാജനകമാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദവറുകള്, ഞങ്ങളുടെ നേതാവ് നേരത്തെ പറഞ്ഞില്ലേ, ആ കാലം വിദൂരമല്ല, നിങ്ങളുടെ മക്കൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അടിക്കുന്നത് കാണാൻ ഇൻഷാ അല്ലാഹ് ഈ തങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനാണ് ഞങ്ങൾ വാർഷികമൊക്കെ നടത്തുന്നത്. കാലം അങ്ങോട്ടാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുനയെ, ഈ മഹാനായ മനുഷ്യനെ, ഈ നിലക്കുള്ള മഹാനായ നേതാവിനെ, ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്ര മാത്രം സേവനങ്ങൾ ഈ സമുദായത്തിന് ചെയ്ത മഹാനെ, അവിടെ നിന്ന് ഇറങ്ങി വരാൻ പോലീസിന്റെ സഹായം വേണ്ടി വരുന്നിടത്തേക്ക് നിങ്ങൾ എത്തിച്ചുവെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഈ ഗതി വരും. ചിലപ്പോ സഹായിക്കാൻ ഞങ്ങളെ തങ്ങന്മാരെ വിളിക്കേണ്ട ഇടത്തേക്ക് നിങ്ങളെത്തും. ഇപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടേക്ക് നിങ്ങളെത്തും. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ വികാരഭരിതനായി പറഞ്ഞ എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അന്ന് ഞാൻ ഉണ്ടായില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, എല്ലാ രോഗങ്ങളും പൂർണ്ണമായി ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു പൂർണ്ണ സിഹത്തും ആഫിയത്തും ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈ കൂടുതൽ പറയില്ല, കുറെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്കിവരെ കൂടെ നിൽക്കാം. നമ്മൾ പാവങ്ങളാണ്, നമ്മൾ എളിയവരാണ്. നമുക്കെന്തെങ്കിലുമൊക്കെ സേവനം ചെയ്തിട്ട് അവരുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റാൻ നോക്കുക. ആരും തന്നെ എത്ര വലിയ സേവനങ്ങൾ ചെയ്ത മഹത്തുക്കളായ മഹാന്മാരൊന്നും തന്നെ ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയൊരു സുൽത്താനാണ് എന്ന് പറഞ്ഞ് ഞാൻ സ്വർഗത്തിൽക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ആളാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വെറും 54 വയസ്സ് ജീവിച്ച് 500 വർഷത്തിന്റെ സേവനം ചെയ്ത ആ മഹാപണ്ഡിതൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അവസാനമായി പാടിയ ചില ബൈത്തുകളിൽ കാണുന്നുണ്ട്, ഉഹിബ്ബു الصالحين ولست منهم لعلي أن أنال بها شفاعة وأكره من بضعته المعاصي وإن كنا سواء في البضاعة أحب الصالحين. സാലിഹീങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, സാലിഹീങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, സാലിഹീങ്ങളെ ഞാൻ പ്രേമിക്കുന്നു. വലസ്തു മിൻഹും, ഞാൻ ആ കൂട്ടത്തിലൊന്നും പെട്ടവനല്ല. പക്ഷേ ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ശഫാഅത്ത് കിട്ടിയെങ്കിലോ എന്ന് ഞാൻ ആശിക്കുകയാണ്. വാക്റഹു മിൻ ദുആഅതിൽ മആസി,
വേണ്ടാവൃത്തികൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് നടക്കുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നു. എന്റെ കയ്യിലിരിപ്പും ആ തെമ്മാടികളുടെ കയ്യിലിരിപ്പും ഒന്നാണെങ്കിൽ തന്നെയും എനിക്കവരോട് മാനസികമായ വെറുപ്പാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശഫാഅത്തിലെത്തി രക്ഷപ്പെടുമെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് മഹാനവകൾ പാടി എന്ന വിവരം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പാടി അല്ല തുഹിബ്ബു സ്സാലിഹീന വഅൻത മിൻഹും റഫീഖുൽ ഖൗമി യൽഹഖു ബിൽ ജമാഅ وتكره من بضاعته المعاصي حماك الله من تلك البضاعة. നിങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. റഫീഖുൽ ഖൗമി യൽഹഖു ബിൽ ജമാഅ. ഒരു കൗമിന്റെ കൂടെ കൂടിയവർ എങ്ങനെയായാലും അതിൽ ചേരാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ. വതക്റഹു മൻ ബിളാഅതുൽ മആസി. മഅസിയത്തുകളുമായി നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വെറുപ്പ് തന്നെയാണ്, എനിക്കറിയാം. ഹമാക്കല്ലാഹു മിൻ തിൽകൽ ബിളാഅ. ആ ദുർഗതിയെ തൊട്ട് അല്ലാഹു തങ്ങളെ കാക്കട്ടെ. ആ ബിദാഅത്ത്, ആ ദുശ്ചെയ്തികൾ ഒരിക്കലും അങ്ങയുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്ന് അഹ്മദ് തങ്ങൾ പാടി. അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ ആ നിലക്കാണ് ജീവിച്ചത്. അങ്ങനെ അവരുടെ അത്യുന്നതമായ സേവനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ എന്ന് കൊതിക്കുകയായിരുന്നു. അവരാരും വിജയിക്കും, ഞാൻ ഉറച്ച ആളാണ്, ഞാനെല്ലാം തികഞ്ഞവരാണെന്നൊരിക്കലും ചിന്തിച്ചില്ല. മറിച്ച് അവരെല്ലാം വിനയമം അധികരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മഹത്തുക്കളായ സാലിഹീങ്ങളായ അഇമ്മത്ത് ഉലമാ ആരിഫീങ്ങൾ അവരെ ചാരത്ത് നിന്ന് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സാമീപ്യവും അവരുടെ പൊരുത്തവും അവരുടെ സ്നേഹവും നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ അവരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവർക്ക് സേവനം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സേവനം എന്തെങ്കിലും ചെയ്തുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടിക്കൊണ്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, നല്ല കൂട്ടുകെട്ട് കൂടിയാൽ അത് കസ്തൂരി ചുവന്ന് നടക്കുന്ന ആളുകളുടെ കസ്തൂരി കച്ചവടക്കാരന്റെ കൂടെ കൂടിയതുപോലെയാണ്. കസ്തൂരി കച്ചവടക്കാരൻ ഒന്നുകിൽ നിനക്ക് ഫ്രീ ആയി കസ്തൂരി തരും, അല്ലെങ്കിൽ നിനക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയും. അതൊന്നുമല്ലെങ്കിൽ ആ സുഗന്ധം പരിമളം നിനക്ക് ആസ്വദിക്കാൻ കഴിയും. എന്ന പോലെ ഒന്നുകിൽ അവർ ഫ്രീ ആയി നമുക്ക് തരും, അല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്തു വാങ്ങണം. നാം കൊടുക്കുന്ന കാശ് പണമല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള സേവനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനങ്ങളുടെ നിലനിൽക്കാൻ വേണ്ടി, ആ നമ്മുടെ ഈമാനിനെ സൂക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ ഈ മഹത്തായ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാം എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, സേവനങ്ങൾ കൊടുക്കുക, പണം കഴിയുന്നവർ അങ്ങനെ കൊടുക്കുക. അപ്പോൾ തീർച്ചയായും തിരിച്ചു കിട്ടും, യാതൊരു സംശയവുമില്ല. അവരിൽ നിന്ന് തിരിച്ചു കിട്ടാതിരിക്കില്ല. ദുനിയാവിലും അതിന്റെ ഗുണം കിട്ടും, ആഖിറത്തിലും അതിന്റെ ഗുണം കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ്